കാര്യമില്ല. കാരണം അടുത്ത് നമ്മളോട് കാര്യങ്ങൾ എന്തൊക്കെ സുഹൃത്തുക്കളും ഇല്ല അങ്ങനത്തെ. ഓക്കെ അല്ലെ? വേറെ കാര്യപ്രസക്തമായ ചോദ്യങ്ങളുടെ ചോദിക്ക്. നമുക്കറിയില്ലെങ്കിൽ ഉസ്താദന്മാരുടെ താഴെ ഉണ്ട്, അവരെ സമയം നിങ്ങൾ പാഴാക്കരുത്. ഓക്കെ. ഉദാഹരണത്തിന് സൽമാൻ ഖാന്റെ ആരാധകനായി ഒരു മുസ്ലിം, എന്നാൽ അവൻ മുശ്രിക്കാവുമോ എന്നാണ് അപ്പോൾ ചോദ്യത്തിന്റെ ഉള്ളടക്കം. അതുപോലുള്ള പിന്നെ കാര്യങ്ങൾ. സൽമാൻ ഖാന്റെ ആരാധകനായി, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്റെ ആരാധകനായി, അല്ലെങ്കിൽ പിന്നെ ഫുട്ബോളർ, മറ്റേ പിന്നെ ഫുട്ബോൾ താരങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പിന്നെ ക്രിക്കറ്റ് താരങ്ങൾ, അവരുടെ ആരാധകന്മാരായി മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ, എന്നാലും അവൻ മുശ്രിക്കാവുമോ എന്നാണ് ഇപ്പോൾ ചോദ്യത്തിന്റെ മർമ്മം. അസ്സലാമു അലൈക്കും. അതിനല്ലേ കുട്ടിയെ പറഞ്ഞത് ആരാധനാണ്. അദ്ദേഹം എന്താണ് അതിനെ ഉദ്ദേശിക്കുന്നത്? ഈ ആരാധകൻ എന്ന് പറഞ്ഞ എന്താണ് നിങ്ങളോട് പറഞ്ഞെന്നാനല്ലേ? നിങ്ങളെന്താ ഈ ചെറിയ കുട്ടിയോട് പറഞ്ഞായി? നിങ്ങൾ പിന്നക്കാരൊക്കെ വയസ്സുള്ള മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ? നിങ്ങൾ വേറെ ഈ ഭാരത്തൊന്നും കിട്ടിയില്ലേ? ജവാജറിലെ ഭാരത്തോ അല്ലെങ്കിൽ കുർത്തുബിലി ഭാരത്തോ അല്ലെങ്കിൽ പിന്നെന്തിലൊക്കെ നിങ്ങൾ പിന്നെ ഐബിജറി തൊബരി ഭാരത്തോ, ഇതൊക്കെ സാധാരണങ്ങളിൽ നിങ്ങൾ മാസ്റ്റർ പീസുകളാണ്. തൊബരി, കുർത്തുബി, ജവാജിർ, അല്ലെങ്കിൽ വാർത്തകൾ അടിച്ചോളി. അത് നിന്നെടുത്ത് കൊടുത്തിട്ട് ഞാൻ അതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ആ വ്യക്തിയോട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു സൽമാൻ ഖാൻ ആരവ എനിക്ക് പറഞ്ഞപ്പോ ഞാൻ മറന്നുപോയി, കേട്ടപ്പോൾ മറന്നു. മൂപ്പർ ആരാധകരുണ്ട് പറഞ്ഞു. ആ ആരാധകരോട് ചോദിക്കുക, നിങ്ങളിപ്പോ വില എന്താണ് എന്ത് ആരാധനകൾ നടത്തുന്നത്, ഏതർത്ഥത്തിലാണ്? നമ്മൾ സാധാരണ പഠിച്ചാണല്ലോ ഒരു മനുഷ്യർ കാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ച് അനുകൂലമായി 100 വ്യാഖ്യാനമുള്ളിൽ ഒരു വ്യാഖ്യാനം അനുകൂലമായി കിട്ടുന്നെങ്കിൽ ആ വ്യാഖ്യാനം പിടിക്കണം എന്നാണല്ലോ. ഒരാളെ ഇസ്ലാമികമായി വിലയിരുത്താൻ ഒരു വ്യാഖ്യാനം അനുകൂലമായി വന്ന് ബാക്കി 99 പ്രതികൂലമാണെങ്കിലും ആ ഒരു വ്യാഖ്യാനമായി അദ്ദേഹത്തെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ തന്നെ നിർത്തണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങളിപ്പോ ഈ ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ദൈവമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്തെങ്കിലും ഗുണം കൽപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴല്ലേ അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ചർച്ച ചെയ്തും കാര്യമില്ലല്ലോ. നമുക്ക് ഒരാളെ കുറിച്ച് അറിയാത്തൊരു കാര്യം ഒരാളൊരു വാക്ക് പറഞ്ഞു വന്നുകൊണ്ട് നമ്മൾ ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കല്ലേരിക്ക് എന്തെങ്കിലും വരാണ്ട് അതിന് കൂട്ടിച്ചേർക്കണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തോളൂ. ഞാൻ മൈക്കിൽ ലിസൺ. അപ്പോ നമ്മളിപ്പോ ആരെങ്കിലും മുസ്ലിമാക്ക് കാഫറാക്കുന്നല്ല പ്രശ്നം. അവൻ തന്നെ ഇസ്ലാമിൽ നിന്ന് പോകുന്നൊരവസ്ഥ അത് തടയില്ല വേണ്ടത്. നമ്മളിപ്പോ അമുസ്ലിമായ ആൾ മുസ്ലിമാക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആള് അല്ല ഇസ്ലാമിൽ തന്നെയുള്ള ആള് അമുസ്ലിമാക്കിയാൽ അത് വലിയ തെറ്റാണ്. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഇത് ശിർക്കാണോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ മുസ്ലിമിനെ മുസ്ലിമാക്കുക അല്ലെങ്കിൽ അമുസ്ലിമിനെ മുസ്ലിമാക്കുന്ന പ്രശ്നമല്ല. ഇത് ഷിർക്കാണോ പിന്നെ തെറ്റാണോ ശരിയാണോ ജനങ്ങൾ സൂക്ഷിക്കണോ എന്നാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒരു പണ്ഡിതന്റെ ധർമ്മം അതാണല്ലോ, ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, മതവിധികൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ ഒരു പിന്നെ സിനിമാ നടനെ പിന്നെ ആരാധന അങ്ങനെ, അല്ലെങ്കിൽ അത് പിന്നെ ഒരു വാക്കിൽ മാത്രമുള്ളതാണ്, ഭാഷാർത്ഥം മാത്രം ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചർച്ചയാണുള്ളത്. അപ്പോൾ പിന്നെ സിനിമാ നടന്മാരെ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ആരാധിക്കുന്നു, അവരുടെ ആരാധകന്മാര്, ഈ ആരാധന എന്താണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും. അബ്ദുള്ള, അത് നിങ്ങളാ പറയേണ്ടെന്നാ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾക്കല്ലേ ഇപ്പൊ അത് അറിയാവുന്നത്, അത് നിങ്ങളാണ് പറയേണ്ടത്. അത് ആരാധനയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അന്നല്ല അത് നന്നായിട്ട് അറിയാവുന്നത്. ഉസ്താദ് ഇപ്പൊ 1-2 പ്രാവശ്യം മൈക്കെടുത്ത് പറഞ്ഞല്ലോ, ഒരാള് ആരാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ ആള് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് പറയുന്ന ആള് പറയണം. ഇനി അതല്ല അബ്ദുള്ള വർക്കാങ്കര അതിന്റെ ഓപ്ഷനുകൾ പറഞ്ഞോളൂ. പിന്നെ ദീനിയായ കാര്യമല്ലേ പറയണ്ടേന്ന് പറഞ്ഞു. അതേതായാലും നിങ്ങളെ ചോദ്യം കേട്ടപ്പോ മനസ്സിലാകുന്നുണ്ട്.
അൽഹുബുലില്ല എന്നല്ല പറഞ്ഞേ, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ സ്നേഹിക്കല്. പിന്നെ ആരാധന പോയിട്ട് സ്നേഹം തന്നെ. ഈ സിനിമാ നടന്മാരോട് സ്നേഹം എന്തിനാ വെക്കുന്നത്? ഒരാളെ ആരെ സ്നേഹിക്കുന്നു അവരുടെ കൂടി അവരെ അവസാനം എന്ന് പറഞ്ഞ്. അപ്പോ അബ്ദുള്ള അടക്കാങ്കര എന്തിനാണ് സ്നേഹിക്കുന്നത്? ദീനിയായ കാര്യത്തിനാണോ അവരെ സ്നേഹിക്കുന്നത് അബ്ദുള്ള അടക്കാങ്കര? അത് ശരി, അത് നല്ല കോളായി. എന്നോട് ചോദിക്കാൻ പറഞ്ഞു, അപ്പോ ചോദിച്ചതാണ്. നല്ല കോളായി. അപ്പൊ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള എനിക്ക് ചോദിച്ചാ അബ്ദുള്ള അടക്കാങ്കരെ? അബ്ദുള്ള അടക്കാങ്കരയോട് എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. സാധാരണ നിങ്ങൾ മുജാഹിദുകളിലേക്ക് ആളെ കൂട്ടാറുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാളക്കിതാവ് നോക്കിയിട്ടുള്ള പ്രസ്ഥാനമല്ല. അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹീഹായി വരുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ലൈഫുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സംശുദ്ധമായ നിലക്കുള്ള വിശ്വാസവുമായിട്ട് കർമ്മങ്ങളുമായിട്ട് പോകുന്നവരാണ് മുജാഹിദുകൾ. അതുകൊണ്ട് മുജാഹിദുകളിലേക്ക് നിങ്ങൾ വരണം എന്നാണ് സാധാരണ മുജാഹിദുകൾ പറയാറുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ അബ്ദുള്ള? അതല്ല അവർ പറഞ്ഞു പറ്റിക്കുന്നതാണോ? അബ്ദുള്ള മൈക്കെടുത്തിട്ടൊന്ന് പറഞ്ഞേ. ഹലോ, റഷീദ് കല്ലേരിയുടെ ചോദ്യം ശരിക്കും കേട്ടില്ല. അവസാനം പറഞ്ഞ് മർമ്മപ്രധാനമായ കാര്യം എന്താണെന്ന് കേട്ടില്ല. ഒന്നുകൂടി ചോദിച്ചാൽ മനസ്സിലായി, പിന്നെ ഉത്തരം പറയാം. എന്നാലും വലിയ ഉപകാരമായിക്ക്. ശരിക്ക് കേട്ടാ ഉത്തരം പറയാനുള്ള ഒരാളെ കിട്ടിയല്ലോ അബ്ദുള്ള. ഏതായാലും മുജാഹിദിന്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങനത്തെ ഒരാളെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അബ്ദുള്ളാനോടുള്ള ചോദ്യം, അബ്ദുള്ള നദിയോടുള്ള ചോദ്യം, പിന്നെ അതായത് മുജാഹിദുകൾ സാധാരണ ഒരു തട്ടിപ്പ് നടത്താറുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പ്. അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തി, അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ നിന്നും അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്നും അംഗീകരിച്ച് ജീവിക്കുന്നവരും അത് സ്വഹീഹായി വന്നത് മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതല്ലാതെ സുന്നികൾ പറയുന്നത് പോലെ ഏതെങ്കിലും പാളക്കിതാവുകളിൽ ആരെങ്കിലും എഴുതി വെച്ചത് നോക്കിയിട്ട് ദീന് പറയുന്നവരല്ല. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങൂ, ഹദീസിലേക്ക് മടങ്ങൂ, ആ വിശ്വാസത്തിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സാധാരണ പിന്നെ ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിപ്പിക്കാറുള്ളത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ വഞ്ചനയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ നിങ്ങൾ പിന്നെ മുജാഹിദുകൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. എങ്കിൽ നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക്. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ അത് വായിക്കെടുത്തോളൂ. ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടത്തും പറഞ്ഞതാണ്. ഇലല്ലാഹി വറസൂലിഹി വൈദാഖിലും താലും പല ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ അയ്യഖൂലു സമീന വാത്താന, അവർ പറയേണ്ടതെന്നാണ് സമീന വാത്താന എന്നാണ്. മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ അവരുടെ സ്വഭാവം എന്താണ്? സത്യവിശ്വാസിയുടെ സ്വഭാവം പിന്നെ വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കും അള്ളാഹുലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കും വിളിക്കപ്പെട്ടാൽ സമീന വാത്താന എന്ന് പറയലാണ്. ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയലാണ്. അപ്പൊ അത് തന്നെയാണ് പിന്നെ എല്ലാ ഫുഖാക്കളും മുഹദ്ദിസീങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഫിഖഹിന്റെ അടിസ്ഥാനം തന്നെ ഖുർആനും ഹദീസുമാണ്. പിന്നെ അതില്ലാത്ത സ്ഥലത്താണ് ഖിയാസ് വരുന്നത്. പിന്നെ അതില്ലാത്ത സ്ഥലത്താണ് ഖിയാസ് വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബ്ദുള്ള ക്ഷമിക്കണം, നിങ്ങൾക്ക് തന്നെയാണ് മൈക്ക്. ഞാൻ അബ്ദുള്ള ആയത്ത് ഓതി കേട്ടപ്പോൾ വന്നതാണ്, ആ ഇൻട്രസ്റ്റ് കൂടിയതാണ്, വേറൊന്നല്ല. അബ്ദുള്ള ഒരു ആയത്ത് ഓതി, വൈദാ ഖീല ലഹും തആലൂ
യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വ റൂഊസഹും. കണ്ടാ അല്ല, അത് കേട്ടപ്പോ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ആയിട്ടോ എനിക്ക്. ഈ ഉസ്താദ് നമ്മുടെ ഭാഷയിൽ ഇന്ത്യശാരൻ ഉണ്ടായതാണ്, അത് വേഗം ഇങ്ങോട്ട് വന്നത്. അതുള്ള അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാട്ടെ, അതുള്ള ആ ഓരി ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാട്ടെ, വേഗം മൈക്കെടുത്തിട്ട് വേഗം ആ ആയത്തിന്റെ അർത്ഥം കൊണ്ട് പറയും. വൈദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വ റൂഊസഹും. വേഗം പറയും, വേഗം മൈക്കെടുക്ക്. വൈദാ ഖീല ലഹും തആലൗ ഇലാ വൈദാ ഖീല ലഹും തആലൗ, എന്താണ് ആയത്ത്? വൈദാ ഖീല ലഹും, അത് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞാണല്ലോ, സൂറത്തുൽ മുനാഫിഖീനിലാണെന്ന് തോന്നുന്നത്. വൈദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു, അല്ല, വൈദാ ഖീല ലഹും തആലൗ അത് സൂറത്തുൽ മുനാഫിഖീനാണ്, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. സൂറത്തുൽ മുനാഫിഖീനാണ്, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ആരെ കുറിച്ച് പറഞ്ഞാന്നല്ല, അതിന്റെ അർത്ഥം ഒന്ന് ഇങ്ങോട്ട് പറയുന്നത്. സുഹൃത്തുക്കളെ ഒന്ന് പബ്ലിക്കിൽ അടിച്ചു കൊടുക്കുക ആയത്ത്. ആ ആയത്തൊന്ന് എന്താണ് നമ്മളെ പ്രവർത്തകന്മാര് അബ്ദുള്ള വടക്കാങ്ങാൻ അങ്ങനെ കിട്ടാണ്ട്, അല്ല അതിന് ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തൂല കേട്ടോ, അല്ല ഞാൻ അതിനല്ല, ഞാൻ അതിന് ചിരിച്ചല്ല കേട്ടാ അബ്ദുള്ള, തെറ്റിദ്ധരിക്കരുത്. ആയത്ത് എനിക്കും പിന്നെ പെട്ടെന്ന് കിട്ടാത്ത അവസ്ഥ വരാറുണ്ട്. അതൊക്കെ മാനുഷികമാണ്, അതൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാനതല്ല അടിച്ചിട്ടുണ്ട്. ഇനി ആരും അടിക്കരുത്, അക്ഷരം അടിക്കരുത്. ഇതൊക്കെ ഉസ്താദ് അടിച്ച ആ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാത്തെ. അവിടെ എന്തോ ഒരു യോജിപ്പില്ലായ്മ ഉണ്ട് ആയത്തില്. പിന്നെ എന്ത് തെറ്റുണ്ടോന്ന് സംശയം ഈ അടിച്ചതിൽ. വൈദാ ഖീല, ഇപ്പൊ ഈ അടിച്ചതനുസരിച്ച് വൈദാ ഖീലലും അവരോട് പറയപ്പെട്ടാൽ തആലൗ നിങ്ങൾ വരിക, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും, പൊറുക്കലിനെ തേടുമെന്ന് പൊറുക്കലിനെ തേടും. പിന്നെ അതുകൊണ്ട് അതിലേക്ക് വരിക എന്ന് പറയപ്പെട്ടാൽ ലവ്വ റൂസഹും, അവരുടെ പിന്നെ തലകളെ അവർ ആട്ടുന്നതാണ്. വറൈതഹും യസ്ദൂന, അവരെ നിങ്ങൾ കാണും പിന്നെ നിരാകരിക്കുന്നതായിട്ട്. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കരിച്ചുകൊണ്ട്. വൈദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വ റൂസഹും വറൈതഹും യസ്ദൂന വഹും മുസ്തക്ബിറൂൻ. ഓക്കെ, അത് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഓക്കെ, മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ, എന്തോ ഒരു പൊരുത്തക്കേടുണ്ട് ഈ ആയത്തില്. ഈ ആയത്തില് എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്, എന്തോ ഒരു തെറ്റുണ്ട്. എനിക്ക് അത് കേട്ടപ്പോ ചിരി വന്നത്. സംഭവം എനിക്ക് പറയുമ്പോ ഒരു ജാതി ഇടങ്ങേറി വരുന്നുണ്ട്. എനിക്ക് അതാണ് അബ്ദുള്ള എന്താ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ ആയത്തൊന്ന് നോക്കിയോട്ട്. വൈദാ ഖീല ലഹും, മുജാഹിദീങ്ങളായ മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ തആലൗ ഇങ്ങോട്ട് വരുവീൻ, നിങ്ങൾ വരുവീൻ. അടിച്ചതിനൊന്നും ഒരു തെറ്റില്ല കേട്ടോ. വൈദാ ഖീല ലഹും തആലൗ നിങ്ങൾ വരുവീൻ എന്ന് മുജാഹിദീങ്ങളായ മുനാഫിഖീങ്ങളോട്, ഇപ്പോഴത്തെ മുജാഹിദിന്റെ ഉപ്പാപ്പാരാണ് പഴയ മുനാഫിഖീങ്ങൾ. നിങ്ങൾ വരുവീൻ, ഇസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ പാപമോചനം തേടും കൂട്ടരെ, അതുകൊണ്ട് വരുവീൻ എന്ന് പറഞ്ഞാൽ ലവ്വഹും എങ്ങനെ വരില്ല. ഉദോണി അത്തച്ചുപണിക്ക് ഉണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ആയത്തുണ്ട്. ഉദോണി അത്തച്ചുപണിക്ക് അന്നല്ലേ എന്തിന് റസൂല്? ആരാ ഈ റസൂല്? അന്നല്ലേ ഇവിടെ? അള്ളാനോട് ചോദിക്കും ഞങ്ങള്
റസൂലുള്ളാഹി അതൊന്നും ഞങ്ങള് വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? മുസ്തകിബിരീൻ, അഹങ്കാരികളായി തലതിരിച്ചു പോയി കളയും. വഹാബിനെ പറ്റിയ ആയത്ത് കേട്ടോ അബ്ദുള്ള? അടിച്ചത് കണ്ട എന്തോ ഒരു മൊഞ്ചുള്ള ആയത്താണ്. വേറൊരു ആയത്ത് കാണാം, നബിയെ 70 പ്രാവശ്യങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടിയാലും അള്ള പുറത്തു കൊടുക്കൂല നബിയെ. കാരണം മുബത്തദി അല്ലേ സ്ഥാപനം, അള്ള പുറത്തു കൊടുക്കൂല നബിയെ. അതാ അത് വേറെ ആയത്തുകളുണ്ട്. അപ്പൊ അള്ള എന്താ പറഞ്ഞത്? എന്തെങ്കിലും പാപം ഒക്കെ തെറ്റി സംഭവിച്ച് മനുഷ്യൻ പറ്റിപ്പോയ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് നബിയെ തെറ്റ് പറ്റിപ്പോയി, കുറ്റം സംഭവിച്ചു പോയി നബിയെ. ഒരു മിനിറ്റ്, ലാപ്ടോപ്പ് എല്ലാം കൂടി സക്കറാത്തിന്റെ ഹാലിലെത്തിയും ചാർജ് ഇല്ലാണ്ടേ, അതുകൊണ്ടാണ്. അപ്പോ തെറ്റുപറ്റിപ്പോയി നബിയെ, കുറ്റം സംഭവിച്ചു പോയി നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ റസൂലേ എന്ന് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് പറയൂങ്ങള് എന്ന് പറയുമ്പോ പഴയ ഇപ്പോഴത്തെ മുജാഹിദിന്റെ ഉപ്പാപ്പമാരായ പഴയ മുജാഹിദീങ്ങൾ ഞങ്ങൾക്ക് അള്ളയുണ്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ ഓതും അവർ. എന്നിട്ടോ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി. ആയത്തോതും അവര്. ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ തൽക്കാലം മനസ്സില്ല, ഞങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളാം, അള്ള ഞങ്ങളുടെ മുമ്പിലുണ്ട്, അള്ള ഞങ്ങളോട് അടുത്തവനാണ് എന്നൊക്കെ ആയത്ത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂലിനെയും വിട്ടവരും ചെയ്യുന്നറിയോ? അഹങ്കാരികളായി തല തിരിഞ്ഞ് പൊക്കളയും. അവർക്ക് റബ്ബ് പുറത്തു കൊടുക്കൂല. കൊണ്ട് ചെല്ലിക്കോയർത്തു അലൽ അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് ചെല്ലാത്ത ഒരൊറ്റ വഹാബിക്കും റബ്ബിന്റെ മഗ്ഫിറത്തില്ല. ഇത് അള്ള പറയാണ്, ഇത് റബ്ബ് പറയാണ്. മക്കളെ മുജാഹിദീങ്ങളെ കേട്ടോ, ഇത് അള്ളാന്റെ വാക്കാണ്. ഇവിടെ ഒരൊറ്റ മുജാഹിദിനും തല പണയപ്പെടുത്തണ്ട, ബുദ്ധി പണയം വെക്കണ്ട. ഈർത്തക്കബത്ത് ചൊല്ലാത്ത ഒരൊറ്റ വഹാബിക്കും, ചൊല്ലൂല എന്ന് പറയുന്ന ഒരൊറ്റ വഹാബിക്കും അള്ള പുറത്തു കൊടുക്കൂല. അല്ലാഹു അസ്സ വജല്ല അള്ള പറയാണ്. ഇനി അബ്ദുള്ള പ്രതികരിച്ചോ? കേൾക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്നു വൈദാ ഖീല ലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. അവരോട് പറയപ്പെട്ടാൽ താലൗ നിങ്ങൾ വരുക എന്ന് പറയപ്പെട്ടാൽ, ഇവിടെ ആരോടാണ് ഇത് പറഞ്ഞത്? സൂറത്തുൽ മുനാഫിഖീനിലാണ് പറഞ്ഞത്. സൂറത്തുൽ മുനാഫിഖീനിൽ ഈ ആയത്ത് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ മുനാഫിഖീങ്ങളാണ്. മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ, അന്ന് ആ റസൂലിന്റെ കാലത്തുള്ള മുനാഫിഖീങ്ങളോട് പറയപ്പെട്ടാൽ താലൗ നിങ്ങൾ വരിക. താലോ എന്ന് പറഞ്ഞാൽ വരിക, നടന്ന് ചെല്ലുക, റസൂലിന്റെ ജീവിച്ചിരിപ്പുള്ള റസൂലിലേക്ക്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള റസൂല് യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് അവർക്ക് പൊറുക്കലിനെ തേടുന്നു. അവർക്ക് ലവ്വ റൂസഹും, അങ്ങനെ പൊറുക്കൽ തേടാൻ വേണ്ടി വരുമെന്ന് പറയപ്പെട്ടാൽ ലവ്വ റൂസഹും, അവരുടെ തലകളെ അവർ തിരിച്ചു കളയും. റായിത്തഹും യസുദ്ദൂന. അപ്പൊ ഇവിടെ ആ ജീവിച്ചിരിപ്പുള്ള റസൂല് ജീവിച്ചിരിപ്പുള്ള കാലത്തുള്ള മുനാഫിക്കീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. റസൂല് മരിച്ചാലും ഇസ്തിഗ്ഫാർ ചെയ്യും അവരോട്. അതുകൊണ്ട് റസൂൽ അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നത് എന്ത് തെളിവാ ഇതിന്? അതെവിടെ കിടക്കുന്നത്, ഇതെവിടെ കിടക്കുന്നേ? നിങ്ങൾ ചെയ്യുന്നത് അതെവിടെ കിടക്കുന്നത്, ഇതെവിടെ കിടക്കുന്നേ? നിങ്ങൾ ചെയ്യുന്നത്
അബ്ദുള്ള, നിങ്ങളായത്ത് വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. ഈ മൂപ്പരിപ്പ് എന്താ പറഞ്ഞ്? അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മുനാഫിക്കീങ്ങളാണ്, അഥവാ ഇന്നത്തെ മുജാഹിദിന്റെ ഉപ്പാപ്പാർ അന്ന് ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ്. വഫാത്തിന് ശേഷം അത് ബാധകമല്ലെന്നല്ലേ നിങ്ങളുടെ വാദം? ആണോ അല്ലേ അബ്ദുള്ള? വഫാത്തിന് ശേഷം അത് ബാധകമല്ലെന്നല്ലേ, ജീവിതകാലത്താണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആണോ അല്ലേ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അത് ജീവിതകാലത്ത് ഉള്ള മുനാഫിക്കങ്ങളെ കുറിച്ചാണ് എന്നല്ലേ നിങ്ങളെ പറഞ്ഞത്? ആണോ അല്ലേ? ആണോ അല്ലേ? ആണെങ്കിൽ ആണ് എന്ന് അടിക്കി, വേഗം അടിക്കി. അടുത്ത എന്റെ ബാക്കിയുള്ള പ്രതികരണങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ ആണോ അല്ലേ എന്നൊന്ന് തീരുമാനപ്പെടുത്തണേ. അതൊന്നും അടിക്കട്ടെ. അബ്ദുള്ള മൂപ്പരി മുൻകൂലട്ടാ, മൂപ്പരി മുൻകൂല. എനിക്ക് ഇതാണ് പറ്റാതെ. ഒരു യെസ് ഒരു നോ അടിച്ചാല് എനിക്ക് ബാക്കി അങ്ങോട്ട് പറഞ്ഞൂടെ? ജീവിതകാലത്തുള്ള റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുള്ള വഹാബികളെ കുറിച്ചാണ്, അഥവാ മുനാഫിക്കങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത്. അത് മരിച്ചതിന് ശേഷമുള്ള തെളിവല്ലാന്ന് അപ്പൊ മൂപ്പര് പറഞ്ഞേ അല്ലേ? അബ്ദുള്ള അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ? അബ്ദുള്ള കൊന്നാലടിക്കൂല, അതൊന്നും അബ്ദുള്ളക്ക് പറഞ്ഞല്ല. കാരണം എന്നാ അബ്ദുള്ള, നിങ്ങൾക്ക് ഒരുപാട് പിഴവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പിഴവുണ്ട്, മനസ്സിലാക്കിക്കോ. ഈ പറഞ്ഞ ലഫ്ള് എല്ലാ ദോഷങ്ങൾക്കും ബാധകമാണ്. എല്ലാ ദോഷികൾക്കും അത് ബാധകമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദോഷം ചെയ്തവൻ അവിടെ ഓന് പുറത്തു അക്കാലത്തുള്ള ഇക്കാലത്തുള്ള അങ്ങനെ ഒരു നഫി ഇസ്ബാത്തിന്റെ പ്രശ്നമേ ഇല്ല. അവന് പുറത്തു കൊടുക്കും. അവന് അല്ല എന്താ നിർദ്ദേശിച്ചത്? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് പറയണമെന്നല്ലേ? ആ നിർദ്ദേശം ഏതൊക്കെയുള്ള കാലഘട്ടത്തിൽ ആരൊക്കെ ചെയ്യുന്നുവോ, ഏതൊക്കെ പാവി ചെയ്യുന്നുവോ അവനൊക്കെ അള്ളാഹു കൊടുത്തു കൊടുക്കുമെന്നാണ് ആയത്ത്. ഞാൻ റസൂലുള്ളാഹിനോട് പറയൂല എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ചു പോകുന്നവൻ അവന് പുറത്തു കൊടുക്കൂല. ഇതെല്ലാ കാലത്തെയും എല്ലാ ദോഷികൾക്കും എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും ബാധകമാണ്. ഇത് പറഞ്ഞത് ഞാനല്ലോ, ഇത് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ തഫ്സീർ ആയാത്തുൽ മുശ്കിലാത്ത്, അദ്ദേഹമാണ് ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. അല്ല, അപ്പൊ ഇബ്നു തൈമിയ്യ പറയാ അത് അക്കാലത്തുള്ള ദോഷികൾക്ക് മാത്രമല്ല, എല്ലാ കാലത്തും എല്ലാ ദോഷങ്ങളും ചെയ്ത എല്ലാ ദോഷികൾക്കും ബാധകമാണ്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്ന് പറയാന്നുള്ളത് പറയണം. കൊണ്ട് ചെല്ലിക്ക മക്കളെ ഏത് കാലത്ത് ഏത് ദോഷം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയപ്പെട്ടാൽ മുനാഫിഖീങ്ങളായ വഹാബികൾ എന്ത് ചെയ്യുന്നറിയോ? ഞങ്ങൾക്ക് റസൂലിന്റെ ആവശ്യമില്ല, ഊനിയാസ്തജിവലക്കും എന്ന് പറഞ്ഞ അള്ളയുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിക്കും. അവർക്ക് റബ്ബിന്റെ മഗ്ഫിറത്ത് കിട്ടൂലെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. അള്ളാഹ് പറയാണ്, മുജാഹിദെ ചൊല്ലുവനെങ്കിലും ഇർതകബതു, നിങ്ങൾക്ക് ചെല്ലാനുള്ളാനും പറ്റൂല. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അത്രയും നിങ്ങളെ മനസ്സിനുണ്ടാക്കി പോയിട്ടുണ്ട്, കടിഞ്ഞാണിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ
പറഞ്ഞതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളുടെ ലതതബഅന്ന സനന മൻ കാന ഖബ്ലക്കും ഹദ്വൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ചാണോട് ചാണ്, ശിബ്രം ബിഷ് ചാണോട് ചാണ്, ശിബ്രം ബിഷ് ഞങ്ങൾ കേക്ക് സനന മങ്കാന കബിലക്കും മിൻ അഹ്ലി സുന്ന മിന സലഫി സ്വാലിഹ് ല്ലേ, അവരിൽ നിന്നുള്ള പാതയാ സനന മങ്കാന കബിലക്കും. പിന്നെ ചാണോട് ചാണ്, ശിവറും ശിവറും ഞങ്ങൾ പിന്തുടരുന്നത്. അല്ലാതെ നിങ്ങളെ പറഞ്ഞ ജൂതന്റെ സിദ്ധാന്തമല്ല. ജൂതന്റെ സിദ്ധാന്തം ഉണ്ടത് മുത്തനബിനെ പറ്റൂല എന്നുള്ളത്. അത് നിങ്ങൾ പിന്തുടർന്നോളി. ആയത്തോതിയിട്ട് സ്ഥിരപ്പെട്ടപ്പോഴും മുജാഹിദിന് സ്വീകാര്യമല്ല. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണം, ചോദിക്കണം വഫാത്തിന്റെ രസം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞപ്പോഴും അതൊന്നും പറ്റൂല. ഇന്നിപ്പോ ആയത്തിലൊരു ഒറ്റക്കേട് മൂപ്പര് അപ്പൊ തന്നെ ചോദിക്കണേ, ഇന്റെ അബ്ദുള്ള സത്യത്തിൽ നിങ്ങൾ സ്വീകരിക്കൂല ഇതൊന്നും ഞങ്ങൾക്കറിയാം, പക്ഷെ ഇത് പൊതുജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതാ. ഇസ്തിഗാസക്കുള്ള തെളിവേ ഞാൻ നിങ്ങളത് ഓതിയപ്പോ അയമലെ കണ്ട് കയറിയില്ലേ ഉള്ളൂ. ഇതേപോലെ എത്രണ്ട് മക്കളെ, ഇതേപോലെ എത്രണ്ട് കേട്ടില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയുന്നത് എന്താ? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വേറൊരു ആയത്ത് നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞ ആയത്താ. അത് എന്താ സംഭവം? ഇതെന്താ വിഷയം? തെറ്റ് ചെയ്താൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം, തെറ്റ് ചെയ്താൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം. എന്തൊക്കെ പറ്റി ചൊല്ലണം, ചൊല്ലൂല എന്ന് പറഞ്ഞാലോ അള്ള കൊടുത്തു കൊടുക്കൂലെന്ന് ഇപ്പോൾ ഉള്ള ആയത്ത് കണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞ ആയത്ത് കണ്ടില്ലേ? നബി എങ്ങൾ പൊറുക്കലിനെ തേടിയിട്ടും കാര്യമില്ല, തേടായിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് അള്ള കൊടുത്തു കൊടുക്കൂല. കാരണം എന്താ അറിയോ? നിങ്ങളടുത്തേക്ക് വരൂലാന്ന് അഹങ്കാരം പറഞ്ഞ അഹങ്കാരിയാണവൻ. അപ്പൊ ഞാൻ എങ്ങനെ പുറത്തു കൊടുക്കാനാ? ഞാൻ പുറത്തു കൊടുക്കൂല, പോയി പണി നോക്കട്ടെ. എന്താ നിങ്ങൾ ആലോചിച്ചേക്ക്. നേരത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം ഇബ്നു കസീർ പറയാ, യുർഷിദു തആല, അള്ളാഹ് നിർദ്ദേശിക്കുകയാണ്. അള്ളാന്റെ നിർദ്ദേശം യുർഷിദു തആല, അള്ളാഹ് നിർദ്ദേശിക്കുകയാണ് അൽ ഉസാത വൽ മുദ്നിബീന, സർവദോഷികളോടും സർവപാപികളോടും, അൽ ഉസാത വൽ മുദ്നിബീന, സർവദോഷികളുടെ അക്കാലത്തില്ലെന്നല്ല, നബിന്റെ കാലത്തുള്ള പിന്നെ മുനാഫിക്കങ്ങളോടൊന്നല്ല ഇബ്നു തൈമിയ്യ പറയണത്, ഇബ്നു കസീർ പറയണത്. ഇബ്നു കസീർ എന്താ പറഞ്ഞത്? യുർഷിദു തആല, ഇത് മുഫാദ് മോൻ അടിച്ചല്ലേ, അള്ളാന്റെ നിർദ്ദേശമാണ് അൽ ഉസാത, സർവദോഷികളോടും, വൽ മുദ്നിബീന, സർവപാപികളോടും. ഇദാ വഖഅ മിൻഹുൽ ഖത്ഉ, വല്ല പിഴവും അവരിൽ നിന്ന് സംഭവിച്ചാൽ, വല്ലസിയാൻ, വല്ല തെറ്റും അവരിൽ നിന്ന് സംഭവിച്ചാൽ, നബിതങ്ങളുടെ അടുക്കലേക്ക് വരണം. ഇത് റബ്ബിന്റെ നിർദ്ദേശമാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വെച്ചിട്ട് അവര് അള്ളാഹുവിനോട് പാപമോചനം തേടണം. എന്നിട്ട് നബിയോട് തന്നെ അവര് ആവശ്യപ്പെടണം, ചോദിക്കണം. പാപമോചനം തേടാൻ വേണ്ടി അവര് നബിയോട് ചോദിക്കണം. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് അള്ളാനോട് പാപമോചനം തേടിയിട്ട് നബിയോട് പാപമോചനം തേടാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ അലൈഹിം, അള്ളാഹു അവരുടെ പാശ്ചാത്താപം സ്വീകരിക്കും. എന്ന് മാത്രമല്ല അള്ളാഹു അവർക്ക് കാരുണ്യം നൽകുകയും അള്ളാഹു അവർക്ക് പുറത്ത്
കൊടുക്കുകയും ചെയ്യും. വലിഹാദാ ഖാല, ഇതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന വാക്ക് റബ്ബ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് പാപമോചനം തേടാൻ ആവശ്യപ്പെട്ടാൽ അല്ലാഹ് പുറത്തു കൊടുക്കും എന്നതിന്റെ തെളിവാണ് ഇത്. സർവദോഷികൾക്കും ബാധകമാണ്, സർവ പാപികൾക്കും ബാധകമാണ്. ഇബ്നു കസീർ പറയുന്നു സർവദോഷികൾക്കും ഇത് ബാധകമാണ്, സർവ പാപികൾക്കും ഇത് ബാധകമാണ്. ഇപ്പൊ പിന്നെ മുജാഹിദ് പറയാണ്. എന്നിട്ട് അതിന്റെ താഴെ തന്നെ മൂപ്പര് പറയുന്നത് എന്താ? ഇനി മുജാഹിദീങ്ങളെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ താഴെ തന്നെ ഇബ്നു കസീർ പറയുന്ന ഭാഗം എന്താ? വഹക എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം കൂടി അടിച്ച് ആരെങ്കിലും ഉണ്ടാവും. മിൻഹും അബൂ മൻസൂരിന് സബ്ബാഹ്, അബൂ മൻസൂരിന് സബ്ബാഹ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹത്തുക്കളായ പലർക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? റാവിയുൻ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖ ഉദ്ധരിക്കുന്നു ഇബ്നു കസീർ. വഫാത്തിന് ആണെന്ന് തെളിയിക്കാൻ തന്നെ രേഖ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയാണ്. എന്തിന്? അബൂ മൻസൂരിന് സബ്ബാഹ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മഹാരഥന്മാരായ പലരെ തൊട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ട റുതുബിയുടെ സംഭവം. ഒരു അറാബി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി സമിഅ്തുല്ലാഹ യഖൂൽ, റബ്ബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക എന്നുള്ള ആയത്തോതിയിട്ട് ആ കൈതുക മുസ്തഗ്ഫിറൻ മിൻ നബിയെ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് എന്റെ പാപം പുറത്തു കിട്ടാനാണ്, അങ്ങയുടെ ശഫാഅത്ത് തേടിക്കൊണ്ടാണ് നബിയെ. അണ്ടാ ഇബ്നു കസീർ ഇത് പറഞ്ഞ ഉടനെ ഉദ്ധരിക്കുകയാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ഇത് ബാധകമാണെന്ന് തെളിയിക്കാൻ. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായി ഇബ്നു കസീറും പറയുന്നു, ഇബ്നു തൈമിയ്യയും പറയുന്നു, സർവ വഹാബി പാതിരിമാരും പറയുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടണം, ഇസ്തിഗാസ ചെയ്യണം. ഇസ്തിഗാസ ചെയ്യൂലെന്നും ഇർതകബത്ത് ചൊല്ലൂലെന്നും പറയുന്ന സർവ വഹാബിക്കും റബ്ബിന്റെ മഗ്ഫിറത്ത് അന്യമാണ്, അല്ലാഹു പുറത്തു കൊടുക്കൂല. എത്ര വ്യക്തമാണ് ഖുർആനല്ലേ ഈ പറയുന്നത്. അതാ അല്ലാ മാഷാ അല്ലാഹ്. ഇനി വഹാബി നിനക്കെന്ത് വേണം? ഞാൻ മൈക്കൂലാണ്, പറഞ്ഞോളൂ. ഇനി നിങ്ങൾ പറയാൻ നിങ്ങളെ ജൽപ്പനം പറ്റേ. നമ്മൾ ആയത്തും ഹദീസും തഫ്സീറും, ഇനി ഇങ്ങനെ തള്ളപ്പെട്ടായും ജൽപ്പനും പറ്റേ. അത് ഹലോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഫയസ്തഗ്ഫിറുല്ലാഹ തഫ്സീറിൽ പറഞ്ഞതും പിന്നെ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഫയസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. ഫയസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താം. ഇർതകബ് പറയുമ്പോൾ അവര് അള്ളാഹുവിനോടല്ല ഇസ്തിഗ്ഫാർ നടത്തുന്നത്. പിന്നെ വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, വയസ്അലൂഹു അവർ ആവശ്യപ്പെടുക. അവരോ ആരോട്? റസൂലിനോട്. വയസ്സലൂഹു റസൂലിനോട് അവർ ആവശ്യപ്പെടുകയും ചെയ്യും. അൻ യസ്തഗ്ഫിറ ലഹും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ. ആര്? അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യാം. ഇവിടെയൊക്കെ റസൂല് അള്ളാഹുവിനോടാണ്. റസൂലായാലും ഈ ചെല്ലുന്ന ആളുകളായാലും അള്ളാഹുവിനോടാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു. ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ ഇസ്തഫല വദനായ തേടി എന്നൊരർത്ഥം വരും, അല്ലേ? അപ്പോ ഇസ്തഗ്ഫറ, ഇസ്തസ്ക, സക്ക എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു. ഇസ്തസ്ക കുടിപ്പിക്കലിനെ ആവശ്യപ്പെട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. സ്ഥലത്തോട് അബ്ദുള്ള, നിങ്ങളുടെ സ്ഥിരം പതിവാണിത്. ഇങ്ങനെ വിഷയങ്ങൾ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടാണ്ട് കൂട്ടി മാറ്റാനുള്ള ശ്രമം, അതൊക്കെ നമുക്ക് തിരിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യലോ, ആ ഇബാറത്തൊന്നും ഇപ്പൊ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള്. നിങ്ങളൊന്ന് അർത്ഥം വെച്ചാൽ തടക്കുമ്പോൾ തുടക്കം വരെ നമുക്ക് അടുത്തിക്കല്ലോ. പിന്നെ ഗഫറിന്റെ അർത്ഥവും അതിനൊക്കെ അർത്ഥങ്ങൾ എന്തെല്ലാം അർത്ഥങ്ങളോ, അതൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. അതൊക്കെ ആപേക്ഷികമാണ്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ വിഷയം വിശദീകരിച്ച് പറഞ്ഞല്ലോ, അത് എപ്പോഴൊക്കും ബാധകമാണ്, അന്ത്യനാൾ വരെ ബാധകമാണ് എന്നതിന്റെ രേഖയാണ് മഹാനായ ഇബ്നു സബ്ബാനെ തൊട്ടുള്ള ഹിക്കായത്തോട് ഉദ്ധരിച്ചത്. അത് ഇന്നത്തെ വഹാബികൾ പോറ്റി മാറ്റുമെന്ന് നിങ്ങളുടെ നേതാവിന്റെ ശിഷ്യന് പോലും വ്യക്തമാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഹിക്കായത്ത് അവിടെ ഉദ്ധരിക്കാൻ കാരണം. വഫാത്ത് വരെ
അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ആ സഹായനേട്ടവും അവിടത്തെ ചാരത്ത് ചെല്ലലും അവളോട് അപേക്ഷ ചെയ്യലും തേടലും ഒക്കെ എന്താണ് അന്ത്യനാൾ വരെ ബാധകമാണ് എന്നതിനാണ് രേഖയായിട്ടാണ് ഇബ്നു കസീർ എന്താക്കിയത് ആ ഹിക്കായത്തും ആ സംഭവം കൂടി അവിടെ അത് കൂടെ കൊടുത്തത്. അത് നിങ്ങൾ ആ ഇബാറത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ നടത്താൻ വെച്ചാൽ മതി. നമ്മൾ നടത്തുന്നത് നേരത്തെ ഞാൻ നേരത്തെ ആയത്തടിച്ചിൽ എന്തോ ബന്ദി കണ്ട് ഇതുണ്ട് ബന്ദി കണ്ട് പറഞ്ഞാൽ മതി. കാരണം കിതാബിൽ അങ്ങനെയുള്ളൂ, എന്റെ അടുത്ത് കിതാബിൽ അങ്ങനെയുള്ളൂ. മാത്രമല്ല ഞാൻ മറ്റേ ആയത്തും അങ്ങനെ തന്നെ ഖുറാനിൽ കാണുള്ളൂ. ഈ എന്തോ ബന്ദി കണ്ട് പറയണം നിങ്ങൾ എന്താക്കി ഒന്ന് അർത്ഥം വെച്ചാൽ മതി. അപ്പൊ ഈ ശ്രോതാക്കളെ തിരിയല്ലോ നമ്മളെല്ലാം കൂട്ടി മാറ്റിയതാണോ വയ്യോടിസ്ഥാ കൂട്ടി മാറ്റിയതാണോ എന്ന് വ്യക്തമാണെങ്കിൽ നിങ്ങൾ ആ ഇബാറത്തൊന്ന് അർത്ഥം വെക്കുക, എന്നാ നല്ല മട്ടാവും. ഓക്കെ, ഉസ്താദെ മൂപ്പരെ ഡോട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. ഉസ്താദ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് PM ചെയ്യണം. കാരണം എന്റെ ഈ ID ഉസ്താദ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് അതില് ഉസ്താദിന്റെ ID ഇല്ല എന്നാ തോന്നുന്നു. ഒന്ന് ചെറിയൊരു PM എന്നിട്ട് മൂപ്പരെ ഡോട്ടും മൂപ്പര് അർത്ഥം വെക്കട്ടെ അതാ നല്ലത്. നല്ല മൊഞ്ചുണ്ടാവും മൂപ്പര് ഇപ്പൊ അർത്ഥം വെച്ചാൽ. നെതിയൊക്കെ അല്ലേ, എന്തായാലും കിടക്കട്ടെ, ഒരു അർത്ഥം നമുക്ക് കേൾക്കാലോ. അത് ഫുള്ളായിട്ടൊന്ന് അർത്ഥം വെക്കട്ടെ മൂപ്പര് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. ഹലോ, ഇവിടെ പിന്നെ ഞാൻ അർത്ഥം വെക്കാം. യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു, അൽ ഉസാത്ത വൽ മുദ്രിബീന ആവശ്യപ്പെടുന്നു, അൽ ഉസാത്ത വൽ മുദ്രിബീന തെറ്റ് ചെയ്തവരോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഇദാ വഖഅ മിൻഹുൽ ഖതാ വൽ ഇസ്യാന, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ എന്താണ് ആവശ്യപ്പെടുന്നത്? അൻയതു ഇലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. ഫയസ്തഗ്ഫിറുല്ലാഹ, അങ്ങനെ ഫയസ്തഗ്ഫിറുല്ലാഹ, അപ്പോൾ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാനും ഇൻദഹു റസൂലിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിനോടാണ് പൊറുക്കലിനെ തേടുന്നത്. എന്നാൽ ഇർത്തകബത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? റസൂലിനോടാണ് പൊറുക്കലിനെ തേടുന്നത്. ഇവര് അള്ളാഹുവിനോടാണ് പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടുന്നത്. സോറി എന്നെ ഡോട്ട് ചെയ്ത് ബൗൺസ് ആയി പോയി സാറല്ല. അതിന് ഞാൻ അബ്ദുള്ള വരട്ടെ ഇൻഷാ അല്ലാഹ്. അതിന്റെ റൂമിലെ PC ആയതുകൊണ്ട് ഞാൻ നമ്മളെ അസ്കർ ഒപ്പിച്ചെന്നാണ്. ചില പ്രശ്നം ഉണ്ടാവും. ചില ഡോട്ട് എന്തായി മാറിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് പേര് നമ്മളെ സ്വന്തം ആളല്ലേ. അതിൽ അവിടെ മുമ്പ് ഒരു ഇടക്കൊരു ഇർത്തക്കത്ത് പറഞ്ഞല്ലത് ആ തഫ്സീർ ഉള്ളതാണോ? നമ്മൾ തവലില്ല. മുഫാദ് മോൻ കണ്ട തഫ്സീർ ഉണ്ടെന്നറിയില്ല. മുഫാദ് മോന് അപ്പൊ അവിടെ നിന്ന് പിടിക്കാനായിരുന്നു. അബ്ദുള്ള മൈക്കിലേക്ക് ഒന്നുള്ളൂ. അബ്ദുള്ള മൈക്കിലേക്ക് ഒന്നുള്ളൂ. അതെന്താണ് കൈപ്പഴായിട്ടാണ് ഒരു തെറ്റ് ഏത് പോലീസിനും പറ്റുമല്ലോ, അതിന് പറ്റിയതാ. അതിലും കുഴപ്പം. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാ ഈ ആയത്താണ് വിശദീകരിക്കുമ്പോൾ എന്താണ് ഇബ്നു കസീർ ഇർത്തഖബത്തൊന്നും ചൊല്ലിയിട്ടില്ല. അത് നമുക്ക് പിന്നെ ചെല്ലാം. നിങ്ങൾ ഈ ആയത്തും ആ തഫ്സീറിൽ എന്താ പറഞ്ഞത് എന്നാണ് പറയാം. അത് വ്യാഖ്യാനിച്ച് പിന്നെ നമുക്ക് ഇർത്തഖബത്ത് കൂട്ടായി ജമാഅത്തിന് ചെല്ലാം. ഇവിടെ ഒരുപാട് 139 140 ആൾക്കാരുണ്ടല്ലേ കണക്കിൽ. നമുക്ക് എല്ലാവരും കൂടെ എന്താ ജമാഅത്തായിട്ട് ഇർത്തഖബത്ത് ചെല്ലാം. അപ്പൊ നിങ്ങൾ ആദ്യം തീരുമാനിക്കും. ഇടക്ക് ഇർത്തഖബത്ത് കയറണ്ട. ഈ ആയത്തും ഹദീസും ഒക്കെ കഴിഞ്ഞിട്ട് ഇർത്തഖബത്ത് കേട്ടാ. അത് നിങ്ങൾ അർത്ഥം വെച്ച് കഴിഞ്ഞോളൂ. ഈ കാലത്ത് മൊത്തം എല്ലാം മൊത്തം അത് ആ ഈ കാലത്ത് ഒക്കെ ഉണ്ട്. വാക്യത്തൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബൈബിൾ വരും ചെയ്യും. ഓക്കെ, മൈക്കെടുത്തു. ഹലോ, എന്ത് സംഭവിച്ചത്? ഞാൻ ബൗൺസ്ഡായി. ആരെ ബൗൺസ് ചെയ്ത് എന്താ പ്രശ്നം സംഭവിച്ചത് ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? ആദ്യം മുതൽ പറയണോ? പിന്നെ ടെക്സ്റ്റും പോയി. ഇനി ടെക്സ്റ്റ് ഒന്നുകൂടി അടിച്ചു തരും, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. അബ്ദുള്ള, നിങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ വരുമ്പോൾ സക്കി ഉസ്താദ് പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾക്ക് മൈക്ക് തന്നത് അത് മുഴുവനും വായിച്ച അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ചതിൻ്റെ കൂടി ഒപ്പം നിങ്ങൾ എന്ത് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ഇർത്തഖബത്തും ഒക്കെ ചെല്ലിയിട്ട് അതിൽ മായം ചേർക്കാൻ നോക്കുക നിങ്ങൾ. അപ്പൊ സാധാരണക്കാർക്ക് എന്ത് മനസ്സിലാവും? ഈ ഇർത്തഖബത്തും ഒക്കെ ഈ തഫ്സീറിന്റെ കൂട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലാകും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണോ? ഇപ്പൊ ആ വായിക്കാൻ പറഞ്ഞ അതിന്റെ തഫ്സീർ മാത്രം വായിച്ച് അർത്ഥം വെക്കാനാണ് സക്കി ഉസ്താദ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ഇപ്പൊ മൈക്ക് തന്നതിന് എന്തിനാണോ അത് വായിച്ച് അർത്ഥം വെക്കാണ്. അപ്പൊ മറ്റു റൂട്ടിലേക്ക് നിങ്ങൾ മാറിയപ്പോ
സക്കി ഉസ്താദ് നിങ്ങളെ ഡോട്ട് അടിച്ച് നിങ്ങളോട് വിഷയം പറയുന്ന സമയത്ത് പറയാൻ വേണ്ടി ഡോട്ട് അടിച്ചപ്പോൾ അത് പിന്നെ ബോൺസ് ആയിട്ട് മാറിയതാണ്. ഉസ്താദിന്റെ അടുത്ത് ഒരു കൈപ്പിഴവ് പറ്റിയതാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അബ്ദുള്ള കേൾക്കാതായതാവും എന്ന് കരുതുന്നു. അതുകൊണ്ട് വീണ്ടും ഡോട്ട് ഇടേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും അറിയില്ല നാമനാരായണ എന്ന് പറഞ്ഞതുപോലെ മൈക്കെടുത്തിട്ട് വീണ്ടും നിങ്ങളെ പഴയ പടി ആവർത്തിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഡോട്ട് ഇട്ടിട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളോട് വിഷയം പറഞ്ഞു തന്നത്. അബ്ദുള്ളക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുകൊണ്ട് അബ്ദുള്ള ഇപ്പോൾ ഉസ്താദ് ഇവിടെ അടിച്ച ആ ഇബാറത്ത് അതങ്ങനെ തന്നെ സക്കി ഉസ്താദ് അടിച്ച ഇബാറത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് അതിൻ്റെ അർത്ഥം മാത്രം പറയുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, നിങ്ങൾ പറയുന്നത് മാത്രം പറയാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രം പറയാ എന്നതാണെങ്കിൽ എന്നെ കിട്ടൂല. ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ ചെയ്യുന്ന അബ്ദുള്ള നുണ പറയല്ലേ. ഞങ്ങൾ ഉദ്ദേശിച്ച് പറയാനല്ല പറഞ്ഞേ. ആ തഫ്സീറിൽ എന്താണോ പറഞ്ഞത് അത് മാത്രം അർത്ഥം വെക്കാൻ വേണ്ടിയിട്ട്. അതിന് അറബിക്ക് ഒരു അർത്ഥം ഉണ്ടാവില്ലേ, അബ്ദുള്ള പഠിച്ച അർത്ഥം ഉണ്ടാവില്ല. ആ അർത്ഥം മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നോ പറയണ്ട, ഞങ്ങൾ ഉദ്ദേശിക്കുന്നോ പറയണ്ട, ആരുദ്ദേശിക്കുന്നോ ഇവിടെ പറയണ്ട. അതിന്റെ അർത്ഥം എന്താണ് അത് വായിച്ച് അർത്ഥം വെക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ആദ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയാ. നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ ആയത്തിൽ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യുന്നതെന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ആദ്യം എന്താണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ അർത്ഥം കൊണ്ട് പറയണം. എന്നാലേ വ്യക്തമാവുള്ളൂ നിങ്ങൾ ചെയ്യുന്നതാണോ ഈ പിന്നെ ആയത്തിൽ പറഞ്ഞത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതാണ് സമർത്ഥിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? ഇർത്തകബത്തു, ഞാൻ കയറി. അസ്സലാമു അലൈക്കും. അബ്ദുള്ള മൗലവി, അതൊക്കെ നമുക്ക് ലാസ്റ്റ് വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് ഈ ആയത്തില് ഇബ്നു കസീർ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എഴുതിയത് എന്താണ്? മഅസലാമ. അത് നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ ബോധ്യമായി ഇത് പെടുന്നുള്ളത്. അത് മഅസലാമ പറയണം നല്ലത്. നിങ്ങൾക്ക് ബോധ്യം, നിങ്ങൾ മഅസലാമ ഇത് പറഞ്ഞോളൂ. മഅസലാമ പറയുമ്പോൾ ഇത് അർത്ഥം വെച്ചാൽ പോയിക്കോളി. ഈ തഫ്സീർ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു, സുന്നികൾ എന്ത് ഉദ്ദേശിക്കുന്നു, ഇർത്തഖബത്ത് എന്ത് ചൊല്ലുന്നു, എങ്ങനെ ചൊല്ലുന്നു, അതൊക്കെ നമുക്ക് പിന്നെ ആക്കാം. അത് ഞങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾ ചൊല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ്. പക്ഷെ ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് അത് ആ യുർഷിദ് തആല മുതൽ വായിച്ചിട്ട് ആ ഹിക്കായത്ത്, ആ വാക്കയത്തുണ്ടല്ല ഇബ്നു സുബ്ഹാന തൊട്ടുള്ള അതും കൂടി വായിച്ച് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞോളൂ, ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതുമായിട്ട് വൈരുദ്ധ്യമുണ്ട് എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചോളൂ. ഞങ്ങളതിനെ മറുപക്ഷം ഞങ്ങൾ പറയും, ഞങ്ങളതിനെ പൊളിച്ചടക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. നിങ്ങളതിനിപ്പോ ആദ്യം ഉണ്ടാക്കണ്ട. ഈ പറഞ്ഞ് വായിക്കുന്നതിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇടക്ക് ഇർത്തകോത്ത് ചൊല്ലിയിട്ട് ഉണ്ടാക്കണ്ട, കൺഫ്യൂഷൻ ആക്കേണ്ട ജനങ്ങളെ. പടച്ചോണ ഇബ്നു കസീർ ഇർത്തകോത്തും വന്നാ. അപ്പൊ ഇബ്നു കസീറിലല്ലേ ഇർത്തകോത്ത് ഉണ്ടാക്കി, അത് ജൈനി മഖ്ദൂമല്ലേ എന്നാരും ചിന്തിച്ചു പോയാലോ. ചിലപ്പോ ഇപ്പൊ ക്ലിപ്പാക്കണ കാരാണ്. ഇബ്നു കസീറിന്റെ യുർഷിദ് തആല വായിച്ചടിക്കൂടി ഇതും പടച്ചോനെ കണ്ടില്ലേ. അയ്യമ്മൂമിൽ എന്താക്കേണ്ടി പറയുന്നുണ്ട്, എന്ത് ഇർത്തഖബത്ത് ഇബ്നു കസീറിൽ എന്ത് പറയുന്നത് ആരെയും പറയാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഇബാറത്ത് മുഴുവൻ അർത്ഥം വെച്ച് നിങ്ങൾ ഇതാക്കുക. ഞാൻ അടിച്ചത് മുഴുവൻ അർത്ഥം വെച്ചാൽ വ്യക്തമാകും. അത്ര പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ വിശ്വാസം പിന്നെ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങൾക്ക് അവസരം തരും. ഇൻഷാ അല്ലാഹ് വയ്യുള്ളവിടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് എല്ലാവർക്കും ഇരിക്കാം, കുഴപ്പമുള്ളവരൊന്നുമല്ല കേട്ടാ. ഓക്കെ, നിങ്ങൾ മൈക്കെടുത്തോളൂ, അതർത്ഥം വെച്ച് വിശദീകരിച്ചോളൂ. വിശദീകരണം പിന്നാക്കാം നമുക്ക് തഫ്സീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാം സക്കി ഉസ്താദെ മൂപ്പര് വായിച്ച അർത്ഥം പറഞ്ഞില്ല. അത് ശരി, ആണ്ടാ മൂപ്പരത് വായിച്ച. ഇതാണ് മുജാഹിദിന്റെ കിതാബ് ഒരു അർത്ഥം വെക്കാൻ വയ്ക്കണില്ല. അതാ ലെഫ്റ്റ് ദി റൂം തന്നെ ഓടണോ, സർവ്വവഹാബിയോടണം. കാരണം ഇബ്നു കസീർ പോലും നട്ടല്ലോടുകൂടെ നീണ്ടു നീർന്ന് ആണത്തോടുകൂടെ വായിച്ച് അർത്ഥം വെക്കാൻ കഴിയാത്ത മുജാഹിദെ, എന്തിന് കൊള്ളും ചങ്ങായിമാരെ ഇങ്ങളെ തിരിച്ചു വിട്ട് പോയിക്കൂടെ നിങ്ങൾക്ക് അത് സാധനം. ഒരു തഫ്സീർ ആണത്തോടു കൂടെ വായിച്ചൊന്ന് അർത്ഥം വെക്കാൻ പറഞ്ഞിട്ട് കഴിയണില്ലല്ലേ. കാരണം എന്താ അറിയോ,
മുജാഹിദ് മൗലവിമാരുടെ മുഖത്തേക്ക് ദംഷ്ടികൾ ഇങ്ങനെ കാണിച്ചിട്ട് ആനന്ദ നൃത്തം ചവിട്ടിയപ്പോ ഇബ്നു കസീറിന്റെ തഫ്സീർ, ഇവന് തിനിയന്റെ തഫ്സീർ, റസൂലുള്ളാഹിന്റെ പോകണോ വഫാത്തിന് ശേഷവും പോണം, ചൊല്ലണം നിർത്തക്കപ്പെട്ടു, അല്ലാത്ത ഒറ്റ വഹാബിക്ക് മഖ്ഫിറത്തില്ല, സ്വർഗത്തിൽ പോകൂല, നരകത്തിലേ പോകൂ അവൻ. ഇങ്ങനത്തെ മുസ്തഫ അറിയാം ഞാൻ തുടരാന്ന്. ഞാൻ പറഞ്ഞില്ലേ മുസ്തഫ ഇങ്ങനത്തെ അത് വായിച്ചിട്ട് അർത്ഥം വയ്ക്കാൻ വായിക്കൂലല്ലോ. പോയതൊരു നെതിവിയ, ഒരു മുജാഹിദിന്റെ മൗലവി പടുജാഹിൽ നെതിവിയ ഓടിയത്. എന്തിനാ ഓടിയത്? ഒരു തഫ്സീർ വായിച്ചിട്ട് അർത്ഥം പറയാൻ നട്ടല് കാണിക്കാത്ത മുജാഹിദോ? ആ മുസ്തഫക്ക് കഴിയോ പബ്ലിക്കിലടിക്ക് പിന്നെ തഫ്സീർ ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയാൻ കഴിയോ? പബ്ലിക്കിലടിക്ക് ഇങ്ങൾക്ക് മൈക്ക് തരാം, അല്ലെങ്കിൽ അത് കഴിയുന്ന മുജാഹിദ് വരട്ടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മുസ്തഫക്ക് കഴിയുമെങ്കിൽ പബ്ലിക്കിലൊരു എസ് അടിക്കും, ജനം കാണട്ടെ. അല്ല നിങ്ങൾ കോഞ്ഞാട്ട കളിക്കൊന്നും ഇവിടെ പോയില്ല. എനിക്ക് മുസ്തഫക്ക് ആ ഉദ്യോഗി ഒന്ന് അടിച്ചു കൊടുത്തത് ലക്കിസ്താദെ, ഉസ്താദിനോട് ഞാൻ ഇപ്പൊ പറഞ്ഞ ഇൻട്രസ്റ്റിലാണ് കേട്ടോ. ഉസ്താദിനോടുള്ള സർവ്വ ആരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എന്താ മനസ്സിലാക്കണം. ഉസ്താദെ ആ ഉദ്യോഗി ഒന്നും കൂടി അടിച്ചു കൊടുക്കും. അല്ല മുസ്തഫ ഒന്ന് കാണട്ടെ. അല്ല ഈ ഉദ്ധരണി നിങ്ങൾക്ക് വായിച്ചിട്ട് അർത്ഥം പറയാൻ വയ്ക്കുമോ മുസ്തഫ? കഴിഞ്ഞോ ഇല്ലയോ? കഴിഞ്ഞെങ്കിൽ ഒരു എസ് അടിക്കും. ഇനി കഴിഞ്ഞ മൂപ്പരടിക്കണില്ലല്ലോ. കാരണം എന്താ അറിയോ? ആർക്കും വഹാബി തറവാട്ടിലെ നട്ടലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ ഉദ്ധരണി ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയട്ടെ. പറയാൻ കഴിയൂല. എന്താ കാരണം അറിയോ? ആദർശത്തിന് ഓട്ട വികും, ഓട്ട പച്ച ഓട്ട വികും. നിങ്ങൾക്ക് മൈക്ക് തരും, പക്ഷെ ഈ വിഷയത്തിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എപ്പോഴും കൊടുക്കുന്നല്ലേ മുസ്തഫ മൈക്ക്. നമ്മളെ റഷീദ് കല്ലേരി സാഹിബുണ്ട്, മൂപ്പരേക്ക് സംബന്ധിച്ചോളി. നിങ്ങൾക്ക് സമയമില്ല. ഞാനേ കുറച്ച് നട്ടലുള്ള മുജാഹിദ് ഉണ്ടെങ്കിൽ വരട്ടേന്ന് കഴിഞ്ഞിട്ട ഏതെങ്കിലും ഒളിച്ചും പാത്ത് നിൽക്കണേ. അതുള്ള കോടി ഓട്ടം കണ്ടില്ലേ? എന്തിന് കൊള്ളും ചങ്ങായിമാര് നിങ്ങൾ ഈ ആദർശം? നിങ്ങൾക്കൊന്നും ലജ്ജയില്ലേ ഇങ്ങനെ ഓടാൻ? ജക്കീസ്താദ് നിങ്ങളൊന്നും വേണ്ട ഉസ്താദ്, എന്തിനാ റഷീദ് നോക്കിക്കോളും, റഷീദ് സാഹിബ് നോക്കിക്കോളും. റഷീദ് സാഹിബ് ആ മുസ്തഫയായിട്ട് ഒന്ന് സംസാരിച്ചാണ്, മൂപ്പർക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കേതായാലും ഒഴിവില്ല, ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും പിന്നെ മൗലവിമാർ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ മാറ്റി വെക്കാനല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ചേർക്കാനാണ്. നമ്മളെ ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ ചില്ലറല്ലല്ലോ. അതേക്കുറിച്ച് ഇബ്നു കസീറിന്റെ പ്രാമാണികത മുജാഹിദ് പ്രസ്ഥാനക്കാരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാൽ ജനങ്ങൾക്ക് നന്നാവൂലേ. ഖുർആന്റെ വെളിച്ചം എന്നൊരു പുസ്തകമാണ് മുജാഹിദ് യുവത പ്രസിദ്ധീകരിച്ചത്. യുവത എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. അതിൽ പിളരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ പുസ്തകമാണ് ഇത്, ഖുർആന്റെ വെളിച്ചം എന്ന പുസ്തകം. അതിന്റെ 10-ാമത്തെ പേജിൽ പറയണം, തഫ്സീർ അബൂ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ, മരണം ഹിജ്റ 774. പണ്ഡിതന്മാർ ഏറ്റവും ആധികാരികമെന്ന് അംഗീകരിക്കുന്ന ഗ്രന്ഥം അതിബൃഹത്താണിത് എന്ന് 10-ാം പേജിൽ. ഇനി അതേക്കുറിച്ച് 44-ാം പേജിൽ പറയുന്നത് വായിക്കാം. തഫ്സീർ ഇബ്നു കസീർ, അബൂ ഫിദ ഇസ്മായിൽ ഇബ്നു അംർ ഇബ്നു കസീർ ഹിജ്റ 700-ൽ ബസറയിൽ ജനിച്ചു. 7 വയസ്സായപ്പോൾ അവിടെ നിന്ന് വിട്ടു കുടുംബസമേതം ഡമസ്കസിൽ സ്ഥിരതാമസമാക്കി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായി പ്രസിദ്ധ പണ്ഡിതനായ മുസ്ലിയുടെ മകളെ വിവാഹം ചെയ്തു. ഇബ്നു തൈമിയ്യയുടെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുടെ പ്രചാരകനുമായത് വഴി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായി മാറുകയും തന്മൂലം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥമായ ബിദായ ഉൻ നിഹായയും തഫ്സീറുമാണ് ഇവയിൽ പ്രസിദ്ധമായത്. ഈ 2 ഗ്രന്ഥത്തിലും ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ട്. ഹിജ്റ 774-ൽ അദ്ദേഹം അന്തരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഈ 2 ഗ്രന്ഥങ്ങളും അംഗീകരിച്ചിട്ടുള്ളതല്ല കേട്ടോ, അത് എന്റെ വക മഴത്തറതായ ജുംലയാണ്. ഇപ്പൊ അത് കൂടി ആ പുസ്തകത്തിൽ ഉണ്ടെന്നാരും പറയണ്ട. ഹിജ്റ 774-ൽ അദ്ദേഹം അന്തരിച്ചു. ഗുരുനാഥൻ ഇബ്നു തൈമിയ്യയുടെ ഖബറിന് സമീപം മറമാടുകയും ചെയ്തു. ഇനി കേട്ടോളൂ. തഫ്സീറിലെ വിവരണ രീതി വളരെ ആകർഷണീയമാണ്.
ആയത്തുദ്ധരിച്ച് വളരെ ചുരുങ്ങിയ പദങ്ങളിൽ വിവരിക്കുന്നു, വിശദീകരണം നൽകുന്ന മറ്റു ആയത്തുകൾ ഉദ്ധരിക്കുന്നു, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നു എന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നു. ശേഷം സഹാബിമാരുടെയും താബിഈകളുടെയും വ്യാഖ്യാനങ്ങൾ എല്ലാം ഉദ്ധരിച്ചു സ്വഹീഹായത് ഏതാണെന്ന് പ്രസ്താവിക്കുന്നു എന്നത് വളരെ സഹായകമായ ഒരു രീതിയാകുന്നു. തന്റെ മുൻഗാമികളായ ഇബ്നു ജരീർ, ഇബ്നു അബീ ഹാത്തം, ഇബ്നു അത്തിയ്യ മുതലായവരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. യോജിക്കാൻ കഴിയാത്തവയെ വിമർശിക്കുകയും ചെയ്യുന്നു. തഫ്സീർ എങ്ങനെ ആയിരിക്കണമെന്ന ഇബ്നു തൈമിയ്യയുടെ വീക്ഷണത്തോട് നീതി പുലർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇനി കേട്ടോളൂ. ഇസ്രായേലി കഥകൾ മുഴുവൻ ഉദ്ധരിച്ച ശേഷം ഇവ വിശ്വസിക്കാൻ പറ്റില്ല എന്നു അദ്ദേഹം പ്രസ്താവിക്കുന്നതിനാൽ വായനക്കാരൻ അബദ്ധത്തിൽ പെടാതെ പോകുന്നു. ചുരുക്കത്തിൽ ക്രോഡീകൃത തഫ്സീറുകളിൽ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിന്റേതാണ്. ഈ തഫ്സീറിന് സമമായി മറ്റൊരു തഫ്സീർ എഴുതപ്പെട്ടിട്ടില്ല എന്ന് സുയൂത്തിയും സർഖാനിയും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മനസ്സിലായി? ഇസ്രായേലിയത്തുണ്ടെങ്കിൽ അത് തുറന്നു പറയും, സഹിയല്ലാത്ത വ്യക്തമാക്കി പറയും എന്നൊക്കെ പറഞ്ഞ ഇബ്നു കസീറാണ് ഇവിടെ ഇസ്തിഗാസ നടത്തണമെന്നും നടത്തിയ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഒരുവന്നവും ഇദ്ലമു അൻഫുസഹും എന്ന സൂക്തത്തെ വ്യാഖ്യാനിച്ചത് എന്നതാണ് ഇവിടെ നമുക്ക് ചിന്തനീയമായിട്ടുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ യുവത പുറത്തിറക്കിയ ഖുർആൻ വെളിച്ചം എന്ന പുസ്തകത്തിന്റെ 1044 പേജുകളിലതാണ്. 2000 ജൂലൈയിലൊക്കെ അൽമനാറിലും ഈ വിഷയം കാണാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അബ്ദുള്ള വന്നിട്ടുണ്ട് ഉസ്താദെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഈ ആയത്ത് നിങ്ങൾ എന്താക്കുക, നേരത്തെ നമ്മൾ അടിച്ചത് അർത്ഥം വെക്കുക, അതിനുശേഷം നമുക്ക് ഇർത്തഖൂത്ത് കൂട്ടമായി ചെല്ലാം, നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് തവസ്സുൽ മുസ്തഫ നടത്താം എന്ന് അറിയിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. കേൾക്കുന്നുണ്ടോ? എനിക്ക് തുടരാലോ അതോ അബ്ദുള്ളക്ക് തന്നെ കൊടുക്കണോ? കേൾക്കുന്നുണ്ടെങ്കിൽ എസ് അടിക്ക്, തുടരാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? മുസ്തഫ നിങ്ങൾക്ക് ഇൻഷാല്ല മൈക്ക് തരും. നമ്മൾ അബ്ദുള്ള വടക്കാങ്കര അബ്ദുള്ള വടക്കാങ്കര തന്നെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അബ്ദുള്ള വടക്കാങ്കര തന്നെ മൈക്ക് എടുത്ത് ആ ചർച്ച ഒന്ന് തുടരട്ടെ. അബ്ദുള്ള വടക്കാങ്കര, നിങ്ങളൊരു നല്ല മാന്യനായ ഒരു ചോദ്യാർത്ഥാവാണ്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യവും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്കൊരു പിടുത്തം കിട്ടൂല എന്ന് തോന്നി നിങ്ങൾ പുറത്തു പോകും. എന്നാ ഒന്ന് പറയുക, ഞാൻ പോയിട്ട് വരാം, അല്ലെങ്കിൽ വേറെ വല്ല ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബം DC ആണ് എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ടൊന്ന് പോയിക്കൂടെ അബ്ദുള്ള? അല്ലാതെ ശരിയല്ലല്ലോ. അതങ്ങനെയാണ്. കുടുങ്ങുമ്പോൾ മാത്രമാണ് മൂപ്പർ DC ആവുക, അല്ലാതെ ഒരു DC ഇല്ല. മാത്രമല്ല, നേരത്തെ സോറി ഞാൻ കൈ ഉയർത്തി നിന്നത് അബ്ദുള്ള വടക്കാങ്കര ആദ്യം പയ്യോളി ഉസ്താദ് അത് വായിച്ച് മുഴുവനും അർത്ഥം വെക്കണമെന്ന് പയ്യോളി ഉസ്താദ് അതുപോലെ തന്നെ സിക്കി ഉസ്താദ് പറഞ്ഞപ്പോ ഫസ്റ്റിൽ മൈക്ക് എടുത്തപ്പോ അബ്ദുള്ള പറഞ്ഞിട്ട് എന്നാ ഞാനത് മുഴുവനും വായിച്ച് അർത്ഥം വെക്കാന്ന്. ഇല്ലേ സുഹൃത്തുക്കളെ? എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഉസ്താദ് ശ്രദ്ധിച്ചോന്നറിയില്ല. അത് ഞാൻ വായിച്ച് അർത്ഥം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് അബ്ദുള്ള എന്ത് ചെയ്തത്, സ്റ്റെപ്പ് മാറിയത്. ഏതോ ഒരു മൗലവി എന്ത് ചെയ്തിരിക്കും, PM ചെയ്തിരിക്കും. അബ്ദുള്ള അത് വായിച്ച് അർത്ഥം വെച്ചാൽ നമ്മള് റോട്ടുമ്മക്ക് കൂടെ കീഞ്ഞടക്കുവാനാവൂലേ എന്ന് ആരോ ഒന്ന് PM ചെയ്തതാണ്. അപ്പൊ എന്ത് ചെയ്ത് അബ്ദുള്ള അവിടുന്ന് ഉരുണ്ട് മാറിയതാണ്. അല്ലെങ്കിൽ അബ്ദുള്ള വാക്ക് പാലിക്കണം. അബ്ദുള്ള വാക്ക് പാലിക്കണം. നിങ്ങളെ വായിച്ച് അർത്ഥം വെക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. പിന്നെ പയ്യോളി സാഹ് മൈക്ക് എടുത്ത ശേഷം അബ്ദുള്ള വടക്കാങ്കര തന്നെ മൈക്ക് എടുത്തോളൂ. അബ്ദുള്ള വടക്കാങ്കർക്ക് വളരെ പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് അബ്ദുള്ളയും കാണിക്കണം. പിന്നെ നേരത്തെ അബ്ദുള്ള ഇവിടെ ടെസ്റ്റ് അടിച്ചു, പിന്നെ ഫ്രീഡം ആയിട്ട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതും ഒരു അപരാധമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ടെസ്റ്റ് അടിക്കുമ്പോൾ പുതുതായിട്ട് ക്ലാസ്സിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കും. ഒരാളെങ്കിലും അങ്ങനെ വിശ്വസിക്കട്ടെ എന്നുള്ള നിലക്കാണ് അബ്ദുള്ള വടക്കാങ്കര തെറ്റിദ്ധരിപ്പിക്കുന്നത്. എത്രയും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈക്ക് തരാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറി നിങ്ങൾ അതോട് ഒരു കൂറ് പാലിക്കാത്തപ്പോൾ മാത്രമാണ് നിങ്ങൾ ടെസ്റ്റ് അടിച്ചത്. അതേ സ്ഥാനത്ത് അത് മുഴുവനും വായിച്ചർത്ഥം വെക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടി വരും? അത് നിങ്ങൾ വായിച്ചർത്ഥം വെക്കുന്ന സമയത്ത് നിങ്ങൾ ഡോട്ടിട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, ഇല്ലല്ലോ. അത് നിങ്ങൾ വായിച്ച് അർത്ഥം വെക്കുന്ന സമയത്ത് മറ്റുള്ള സംസാരങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഡോട്ട് അടിച്ചത്. അത് ഉസ്താദ് നേരത്തെ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
നിങ്ങൾ വേണമെങ്കിൽ ഇർത്തക്കബത്തു ചൊല്ലോ, എന്തെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോളൂ. ആദ്യം എന്ത് ചെയ്തോളൂ, പിന്നെ അത് വായിച്ചർത്ഥം വെക്കൂന്ന്. ഏതായാലും പയ്യോളിസ മൈക്കെടുത്ത ശേഷം ഇൻഷാ അല്ലാ അബ്ദുള്ള അടക്കാങ്കർക്ക് മൈക്കെടുക്കാം. ഏതായാലും പയ്യോളിസ മൈക്കെടുത്ത ശേഷം ഇൻഷാ അല്ലാ അബ്ദുള്ള അടക്കാങ്കർക്ക് മൈക്കെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്ദുള്ള, DC ഒക്കെ ഒന്നും കുഴപ്പമില്ല, DC ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മൈക്ക് തരുന്നതേ ഇല്ലെങ്കിൽ ഡോട്ട് ഇടും. കാരണം എന്താ, ഡോട്ട് ഇടും തന്നെ പറയാ. യുർഷിദു തആല അവിടെ മുതല് അന്നല്ലാഹ ഖദ് ഗഫറ ലഹു എന്നത് വരേക്കും നിങ്ങളെ വക ഒന്നും കൂട്ടണ്ട. അതിലുള്ള ലഫ്ളിന് അർത്ഥം പറഞ്ഞാൽ മതി. അതിലുള്ള ലഫ്ളിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. ആ തഫ്സീറിൽ എന്താണോ ഉള്ളത് അതിന്റെ അർത്ഥം ഇങ്ങോട്ട് പറയും. അത് പറഞ്ഞിട്ട് തഫ്സീറിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, ബാക്കിയുള്ള വിശദീകരിക്കാം. തഫ്സീറിലുള്ളത് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ലഫ്ള് പോലും കൂട്ടരുത്, നിങ്ങളെ വക വേണ്ട. തഫ്സീറിൽ എന്താണ് ഉള്ളത് അക്ഷരം വിടാതെ ഒരക്ഷരം കൂട്ടാതെ ഇങ്ങോട്ട് അർത്ഥം പറയും, കേക്കട്ടെ. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീറാണല്ലോ, ആധികാരിക തഫ്സീറാണല്ലോ. പിന്നൊന്നും കൂട്ടണ്ടാണ് നമ്മള്, ഉള്ള അങ്ങോട്ട് വായിച്ചിട്ട് അർത്ഥം പറ. അതല്ല, ഈ ഒരു ലൈനിൽ ഇങ്ങോട്ട് പോണില്ലെങ്കിൽ അന്നേരം ഇടും തൊട്ട് ഇൻഷാ അല്ലാഹ് മൈക്കെടുത്തോ. ഹലോ, യഥാർത്ഥത്തിൽ ഇത് നിങ്ങളെ റൂമാണ്, നിങ്ങൾ കാശ് മുടക്കി ഉണ്ടാക്കുന്ന റൂമാണ്. അപ്പൊ അതില് സ്വാതന്ത്ര്യത്തിന് പരിമിതിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഡോട്ടിടാം, പക്ഷെ എനിക്ക് ഡോട്ട് വാങ്ങുക എന്നല്ല, അടികൊള്ളുക എന്നല്ലാതെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കും നിങ്ങൾ എന്ത് ചെയ്യാം, ഒരറ്റ് തരിക, ഇന്ന് തിരിച്ച് ഡോട്ടിടാലോ. അപ്പൊ ഈ അടി കൊള്ളൽ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പൊ നമ്മളെ പുറം പൊളിഞ്ഞു കിടക്കുകയാണ്. ഫോറം പൊളിഞ്ഞെങ്കിൽ ഹബീബേ അത് നമ്മൾ ഒഴിഞ്ഞു മാറ്റിത്തരാം, അത് വേറെ വിഷയം. ഇപ്പൊ നിങ്ങളിപ്പോ ഇതൊക്കെ ഒഴിഞ്ഞു മാറ്റല്ല സുഹൃത്തെ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഈ തഫ്സീർ വായിച്ചോളൂ. നിങ്ങൾ ഈ യുർഷിദ് തആല മുതലുള്ള ഈ ലാസ്റ്റ് ഞാൻ അടിച്ച ആ ഇബാറത്ത് ഫുള്ള് അർത്ഥം വെക്കുന്ന മുമ്പ് ആരെയും ഡോട്ട് ഇട്ടാല് അവരെ പുറം ഞാൻ പൊളിച്ചോളാം. എന്തേ പറ്റൂലേ? ഇത് പക്ഷെ അതിന്റെ ഇടക്ക് ചെയ്യാൻ പാടില്ല, വേറെ നിങ്ങൾ പറയാൻ പാടില്ല. ഇർത്തഖബതു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇതിന്റെ ഈ തഫ്സീർ എന്താ പറഞ്ഞത് അത് വായിക്കുക, അതിന് തഫ്സീർ ആ തഫ്സീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചോളൂ. ഞങ്ങൾ പിന്നെ പറഞ്ഞോളൂ ഇത് ഈ പറഞ്ഞത് ദുർവ്യാഖ്യാനാണെന്ന്. പക്ഷെ ഈ ഇബാറത്തുകൾക്ക് ആയിരിക്കണം മറുപടി നാസം. ഈ ഇബാറത്തുകൾ ഞാൻ അടിച്ച ഇബാറത്തുകൾ അതിൽ വലിയ അക്ഷര തെറ്റുണ്ടോ എന്ന് ഞാൻ നോക്കി, പിന്നെ അത് വേറെ കേട്ടാ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അക്ഷരങ്ങൾ കീബോർഡൊക്കെ ചിലപ്പോൾ പല കോലത്തിൽ വന്നുണ്ടായില്ല. അപ്പൊ ഇത് അർത്ഥം വെക്കുമ്പോൾ നിങ്ങളെ ഡൗട്ട് ഇല്ല, പൂർണ്ണ ഉറപ്പ് നിങ്ങൾക്ക് പതരാം അല്ലെ സുഹൃത്തുക്കളെ? ഇത് അർത്ഥം വെക്കുമ്പോൾ ഇതിൽ എന്താ ചെയ്ത് നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ, നിങ്ങളുടെ വിശ്വാസം അങ്ങനെ കൊങ്ങനെ എന്ന് നിങ്ങൾ പറയരുത്. ഈ ഇബ്നു കസീർ പറഞ്ഞ, ഞാൻ നേരത്തെ വായിച്ച ഇബ്നു കസീറിന്റെ പ്രാമാണികതയെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവത പ്രസിദ്ധീകരിച്ച ഖുർആൻ വെളിച്ചം എന്ന പുസ്തകത്തിലും 2000 ജൂലൈ ലക്കത്തെ അൽമനാറിലും പറഞ്ഞ വിഷയവും ഞാൻ വായിച്ചു. ഏറ്റവും ആധികാരിക തഫ്സീറാണ് എന്ന് ഇബ്നു കസീർ. അതിൽ വല്ല ഇസ്രായേലത്തും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇസ്രായേലത്ത് ആണ് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ഈ വിഷയം ശരിയല്ല, ഇസ്രായേലിയത്താണ് എന്ന് വരെ തുറന്നു പറഞ്ഞ തഫ്സീറാണ്. അതുകൊണ്ട് തന്നെ ആരും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും ഉതകുന്ന തഫ്സീറാണ് എന്നൊക്കെ വളരെ മഹത്വവൽക്കരിച്ച് ഒരു പേജ് മൊത്തം പറഞ്ഞ തഫ്സീറാണ് ഇബ്നു കസീറിന്റെ തഫ്സീർ ഖുർആൻ അസീം എന്നത്. അപ്പൊ ആ തഫ്സീറിൽ കൊടുത്തൊരു ഉദ്ധരണിയാണിത്. ഇനി ഇത് വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഇതിന്റെ ശേഷം ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് ഇത് സുന്നികൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾ വായിച്ചു പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ ഇബാറത്ത് പറഞ്ഞില്ലേ, ഉസ്താദ് പറഞ്ഞില്ലേ, ഇത് നിങ്ങളാണ് അർത്ഥം മൊത്തം അർത്ഥം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ പിന്നെ ഇസ്തിഹാസയല്ല, മറിച്ച് അതെന്താണ് ഇന്നതാണ് എന്ന് പിന്നെ പറഞ്ഞോളൂ. ഇതിപ്പോ ഡയറക്റ്റ് ഇതാണ് അർത്ഥം വെക്കുക. ഓക്കെ, ആരും ഇനി എടുത്താൽ ആ യുർഷിദ് തുടങ്ങിയ ഒരാളും ഡോട്ട് ഇടില്ല. ആരും ഡോട്ട് ഇട്ടാ ആ ആളെ ഞാൻ പുറം പൊളിച്ചോട്ടു. ഓക്കെ, ഹലോ, എനിക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ നിങ്ങൾ അവസരം തരണം.
നിങ്ങൾ തെളിക്കുന്ന, നിങ്ങൾ പിന്നെ കൊണ്ടുപോകുന്ന ഒരു വഴി കൂടെ പോവുക, എന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുക. ആ രൂപത്തിലാകുന്ന ഒരു സംസാരത്തിന് ഞാനില്ല. എനിക്ക് സ്വതന്ത്രമായി സംസാരിക്കണം. നിങ്ങൾ ഈ പറയുന്ന ആശയം തെറ്റാണെന്ന് ഞാൻ പിന്നെ സ്ഥിരീകരിക്കും. അതിനുവേണ്ടി സ്വതന്ത്രമായി സംസാരിക്കണം. നിങ്ങൾ ഒരു വാർത്തടിച്ചിട്ട് ഞാനൊരു വാർത്തടിക്കാം, നിങ്ങൾ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനർത്ഥം വെക്കുക, നിങ്ങൾ അർത്ഥം വെപ്പിക്കാത്തത് പിന്നെ എന്താ പരീക്ഷ ചോദ്യത്തിലാ. ദേഷ്യം പിടിക്കണ്ടാവുള്ളൂ മൗലവി. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ ഈ വാർത്തല്ലേ, നിങ്ങളെ ഈ വാർത്ത എത്ര അടിച്ചോട് ഞാൻ അർത്ഥം വെച്ചാ എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. വൈ ഉസ്താദ് ഇതിന് അർത്ഥം പറഞ്ഞോളൂ, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞോളാം. പക്ഷെ തഫ്സീറായിരിക്കണം. ഇത് ഇബ്നു കസീറിന്റെ തഫ്സീറിന് ഉദ്ധരിക്കണം നമ്മള്. ഇത് പറഞ്ഞ അർത്ഥം വെക്കാൻ കഴിയില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോളൂ, വെക്കൂല എന്ന് പറഞ്ഞോളൂ. അല്ലാതെ ഇപ്പൊ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ വെക്കാമെന്ന് പറഞ്ഞ് നേരത്തെ മൈക്കെടുത്തു, പക്ഷെ 2 അക്ഷരം 2, 3, 4 ഫുള്ള് വായിച്ചതിന് ശേഷം നിങ്ങൾ അപ്പൊ നേരെ ഇർത്തകബത്തോടെയല്ലേ, അത് പറ്റില്ലല്ലോ. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു തഫ്സീർ ഉദ്ധരിക്കുമ്പോൾ ആ തഫ്സീർ അത് പറയാന്നല്ലാതെ പിന്നെ പറയുന്നത് നമ്മളെ അബ്ദുള്ള സാധാരണ നിങ്ങൾ വരുന്നതല്ലേ, നിങ്ങൾ നമ്മളെ അതിഥിയാണ്. നിങ്ങൾ നേരത്തെ മുമ്പ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അതിഥിയാണെന്ന്. ആതിഥേയരെ സ്വീകരിക്കൽ മാന്യതയോട് സ്വീകരിക്കും, അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതിഥി ഇറങ്ങി പോകുമ്പോൾ ഞാൻ പോകുകയാണെന്നൊരു പറഞ്ഞ് സലാം ചെല്ലണം എന്നില്ല, ഞാൻ പോകുകയാണെന്ന് പറയണം. അത് വേറെയും ഒരു മര്യാദയാണ്. ഏതായാലും നിങ്ങൾ എന്തായിക്കോളൂ, ഇത് അർത്ഥം വെക്കാൻ വയ്ക്കുന്ന വെച്ചോളൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോളൂ. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കല്ല. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്ന അപരാധത്തിന് മറുപടി ഇബ്നു കസീർ പറഞ്ഞതാണ്. ആ ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്കും ബോധ്യമാകും. അതെ, എനിക്ക് അർത്ഥം വിട്ട് കിട്ടാത്തുണ്ടെങ്കിൽ എനിക്ക് ഭാവാമീർ തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ഈ ഞാൻ അടിച്ച ഈ ഉദ്ധരണി അതൊന്ന് അർത്ഥം വെച്ചാൽ ഒക്കെ ക്ലിയർ ആവും. നിങ്ങൾ ദേഷ്യം പിടിക്കണ്ട, നമുക്കും ദേഷ്യം പിടിക്കണ്ട, ആർക്കും ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. കല്ലേരിയുണ്ട്. അബ്ദുള്ള സൗമ്യമായിട്ട് വെച്ചോളൂ. നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ സാധിക്കില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇടക്ക് എന്താക്കേണ്ട, മറ്റു വിഷയങ്ങൾ കടത്തി കൂട്ടണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് കൂട്ടുമ്പോഴാണ് ഡോട്ടുകൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എന്താക്കും, ഈ യുർഷിദ് താലാൻ തുടങ്ങിയിട്ടാണ്ട് വായിച്ചിട്ട് നേരത്തെ തുടങ്ങിയ പോലെ ആ ആവേശത്തിലോട്ട് വായിച്ചിട്ട് എന്നത് വരെ ഖുർആൻ നിങ്ങൾ പറയണമെന്നില്ല, അതിനോട് നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട്. അതാണ് അർത്ഥം വെച്ചാൽ വളരെ ക്ലിയർ ആകും എന്ന് അറിയിക്കുന്നു. നിങ്ങൾ വൈക്കെടുത്തോളൂ, വെച്ചോളൂ, ഒരാളും ഡോട്ടിടില്ല. പക്ഷെ നിങ്ങൾ എന്താക്കരുത്, ഇതിന്റെ അർത്ഥം കൂട്ടി മാറ്റാൻ ചെയ്യരുത്, മറ്റുള്ള ഇടത്ത് കൂട്ടി ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ വ്യക്തമായി പറഞ്ഞോളൂ, ആരും നിങ്ങളെ മറുപടി വരാം. അതിനുശേഷം നിങ്ങൾ എന്തായിക്കോളൂ, ഏതെങ്കിലും തഫ്സീറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇട്ടോളൂ, അടിച്ചോളൂ, ഞാൻ എന്താക്കും നമുക്ക് ഇടുന്ന അർത്ഥം വെച്ചരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും അടുത്ത് നിങ്ങൾ ബാബാമീരോടുണ്ട്, മൂപ്പർ അർത്ഥം വെച്ചരും. എന്തേ? ഓക്കെ. സുഹൃത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിരിക്കുന്നു, വലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഏദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾ ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം കാരണമായിട്ട് അനീതി പ്രവർത്തിക്കരുത്. നിങ്ങൾ പിന്നെ അതിപ്പോ നിങ്ങളിപ്പോ പുതിയ ഇസ്തിഗാസ ശിർക്കാന്റെ പുതിയ തെളിവാണപ്പത്. അബ്ദുള്ള വടക്കാങ്ങര, നിങ്ങൾ കുണ്ഠിതപ്പെടേണ്ടതിലേക്ക് ദേഷ്യപ്പെടേണ്ടതില്ല. നിങ്ങൾ ആ ഇബാറത്ത് അർത്ഥം വെച്ചോളൂ. നേരത്തെ നിങ്ങളോട് എന്തേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഈ ഇബാറത്ത് അർത്ഥം വെക്കുക, ആ തഫ്സീറിന്റെ വ്യാഖ്യാനം മാത്രം പറയാ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നല്ല മുസ്തഫ ലഹുമുർ റസൂൽ പിന്നെ ഇർത്തഖബത്തു അലൽ ഖത്താ നിങ്ങൾ ചൊല്ലിയാലും നമ്മൾ ചിലപ്പോൾ മൗലൂദല്ലല്ലോ, നമുക്കത് കഴിഞ്ഞിട്ട് ഓർമ്മന്നില്ല നമ്മൾ പറഞ്ഞോളൂ. അത് നിങ്ങളുടെ ഒരു വിരോധമില്ല, നിങ്ങളുടെ ആദർശത്തോടെ വിരോധം, വ്യക്തിപരമായിട്ട് ഒരാളോട് നമുക്ക് വിരോധമില്ല. ഇതെത്താ ഇംഗ്ലീഷ് അടിച്ചാൽ നമുക്ക് മലയാളം തന്നെ ശരിക്കും വായിച്ചാൽ നേരം ചിലപ്പോൾ ഇംഗ്ലീഷോട് വായിക്കണം, അറബിയിലെല്ലാം അടിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നിങ്ങൾ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നോടുന്നുള്ളൂ, നിങ്ങൾ ഈ ഇബാറത്ത് നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയോ ഇല്ലേ? അതൊന്ന് ടെസ്റ്റ് അടിച്ചാണ്. നിങ്ങൾ ഫ്രീഡം നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾക്ക് ഫ്രീഡം തന്നു. നിങ്ങളോട് പറഞ്ഞു ഈ ഇബാറത്ത് മുഴുവൻ പൂർത്തിയാക്കുന്നത് വരെ നിങ്ങളെ ഒരാളും ഡോട്ട് ചെയ്യില്ല, ഡോട്ട് ഇടില്ല. ആരെങ്കിലും ഡോട്ട് ഇട്ടല്ല അവന്റെ പുറം പൊളിച്ച് ഞാൻ അടിച്ചിട്ട് നിറഞ്ഞില്ലേ. അഡ്മിൻ ഇപ്പൊ നിങ്ങൾക്ക് തരണേ, നമ്മൾ ഇതിൽപ്പെട്ട ഒരു സജീവ പ്രവർത്തകരുടെ അഡ്മിൻ തന്നെ നമ്മളെ കൊണ്ട് കഴിയൂല. അതല്ല പുതുമേളപ്പം, ഇതൊക്കെ നല്ല വളരെ സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ് റൂം. അപ്പോ അല്ല അപ്പൊ അഡ്മിൻ തോന്നിയൊക്കെ അഡ്മിൻ കൊടുക്കുക നടക്കണ അറിയാ, അതാ പുതുമേളപ്പം നല്ലത്. അത് നിങ്ങൾ അർത്ഥം വെച്ചോളൂ. ഒരാളും റഷീദ് കല്ലേരും ഡോട്ട് ഇടോ ഇല്ല,
അതാ പയ്യോളി ഉസ്താദിന് അടിമില്ല. എന്നാ പയ്യോളി ഉസ്താദേ നിങ്ങളെ എനിക്ക് അടിമില്ല പ്രശ്നമാണെന്ന് എന്നാ നിങ്ങളും മൂപ്പരോട് ആയിക്കോളി. ഓക്കെ, ഞാൻ വിട്ടു. എന്നാ ഉസ്താദ് കേൾക്കുന്നു. അടിമില്ലാണ്ട് ഞാൻ രണ്ടാളായിക്കോട്ടെ. എന്നാ ഉസ്താദ് പറയുമ്പോ ഡൗട്ട് ഇടുക മാത്രം. ആയിക്കോട്ടെ, ഇന്റെ പുറം അടിച്ചു വിളിച്ചോട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾ ഈ അർത്ഥം വെച്ചാൽ മതി. ഇതിന്റെ മുഴുവൻ അർത്ഥം വെച്ചിട്ട് നിങ്ങൾ എന്റെ പുറ അടിച്ചോളി. പക്ഷെ നിങ്ങൾ 100 അടിച്ചാൽ എന്റെ പുറത്തിന് ഒരു കുന്തും പറ്റൂല. അത് വേറെ വിഷയം. നമ്മളെ പുറ അമ്മാരുടെ പുറമാണ്. ഓക്കെ, നിങ്ങൾ അർത്ഥം വെച്ചോളൂ. ഇപ്പൊ പുറം അടിച്ചോടിക്കാൻ നമുക്ക് പിന്നാക്കാം. ഇത് നിങ്ങൾ വ്യക്തമായ അർത്ഥം വെച്ച് അതിനുശേഷം സുന്നികൾ പറയുന്ന ഇസ്തിഗാസക്ക് വിരുദ്ധമാണെന്ന് തെളിയിച്ചാൽ നിങ്ങൾക്ക് എന്റെ പുറത്ത് എത്ര അടിക്കാം. എന്തേ നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമില്ല. കാരണം ജിന്നടാച്ചാൽ മതി. ജർമ്മനിയിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് പിന്നെ മരുന്ന് കൊണ്ടുവരില്ലേ, നല്ലൊരു മുണ്ടം പഠിച്ചിട്ട് പറഞ്ഞാച്ചാളി നമ്മളെ പുറം അടിച്ചെടുക്കാൻ. ഓക്കെ, എന്നാ ഇനിയിപ്പൊ അടിമയുള്ള പ്രശ്നങ്ങളുടെ പയ്യോളി ഉസ്താദ് നിങ്ങളും കൂടെ. അസ്സലാമു അലൈക്കും. അബ്ദുള്ള, നിങ്ങളിപ്പോ നന്നായിട്ട് പെട്ടിട്ടുണ്ട് എന്നുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം ഇപ്പൊ തഫ്സീർ പോയിട്ട് ആ ഖുർആൻ ആയത്ത് തന്നെ ഇവിടെ അടിച്ച സമയത്ത് നിങ്ങൾ ഇതിലെന്തോ ഒരു പന്തി കേടുണ്ട് എന്ന് പറഞ്ഞ ആളാ നിങ്ങൾ. അല്ലാതെ അബ്ദുള്ള വടക്കാങ്കര എന്ന നദിബിക്ക് ആ പിന്നെ ആയത്ത് തന്നെ കാണാതെ ഓടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ അത് അറിഞ്ഞുകൂടാത്ത പോലെ നടിച്ചു കളിച്ചു. അപ്പൊ എന്ത് ചെയ്ത്, അത് ഉസ്താദുമാർ പറഞ്ഞ് ഇവിടെ അടിച്ചു. അത് അടിച്ചപ്പോൾ ആയത്ത് നോക്കിയിട്ട് അബ്ദുള്ള പറയുന്നത് ഇതെന്തോ ഒരു പന്തികേട് ഇതിലുണ്ട് എന്നാ. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. ഇപ്പോ നിങ്ങൾ പറയുന്നത് ഷനാനു കൗം എന്നുള്ള ഈ ആയത്തോതിയിട്ട് നിങ്ങൾ നീതി പുലർത്തണം എന്നുള്ളത്. നീതി പുലർത്തണം എന്ന് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. യഥാർത്ഥത്തിൽ പയ്യോളി ഉസ്താദ് നിങ്ങളുമായിട്ടല്ലേ ഈ ആയത്ത് ചർച്ച ചെയ്ത്? പയ്യോളി ഉസ്താദിന് അഡ്മിൻ ഉണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തോ അതിൽ അഡ്മിൻ ആവശ്യപ്പെട്ട്? അപ്പൊ അത് നീതിയാണോ സഹോദര? പയ്യോളി ഉസ്താദിന് അഡ്മിൻ ഇല്ല, നിങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പൊ പയ്യോളി ഉസ്താദിന് അഡ്മിൻ ഇല്ലാതെ നിങ്ങൾ അഡ്മിൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നീതിയാണോ? ഹു അക്രബുൽ തെക്കുവ. അതുകൊണ്ട് തെക്കുവക്ക് നിങ്ങൾക്ക് നല്ല അത് തന്നെയാണെന്നാണ് ഞങ്ങളും പറയുന്നത്. പിന്നെ നിങ്ങൾ ആദ്യം അർത്ഥം വെക്കുമെന്ന് പറഞ്ഞില്ലേ? വെക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് നിങ്ങൾ പാലിക്കണ്ടേ? വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ സഹോദര? അതുകൊണ്ട് അത് അർത്ഥം വെക്കുക. ഇപ്പം സക്കി ഉസ്താദ് അതുപോലെ തന്നെ പയ്യോളി ഉസ്താദ് ഒക്കെ വായിച്ച് നിങ്ങളെ ഒരുപാട് പ്രാവശ്യം ഓർമ്മിപ്പിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ആധികാരിക തഫ്സീർ ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തി അതിൻ്റെ ഇനി പോരിശനിയൊന്നും പറയാൻ ബാക്കിയില്ല. ഇങ്ങനത്തെ ഒരു തഫ്സീർ, ഒരായത്തിനെ സംബന്ധിച്ച ഒരു തഫ്സീർ, അത് മുഴുവനും വായിച്ച് ജനങ്ങളെ അർത്ഥം അതിൻ്റെ കേൾപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നിട്ട് എന്തിൻ്റെ പേരിലാണ് ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്? അതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അബ്ദുള്ള. ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പയ്യോളി ഉസ്താദ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊന്നാൽ അർത്ഥം വെക്കൂല എന്നുള്ളത്. അപ്പോൾ ഉസ്താദന്മാർക്ക് ആദ്യം തന്നെ അറിയാം. കാരണം നിങ്ങൾ ആ ആയത്തോടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഓതാതെ മുങ്ങിയിട്ടുണ്ട്. മൂപ്പര വായിലിങ് വന്നു പോയതാ. അവിടുന്ന് അന്നേരം തന്നെ അത് ഓതാതെ എന്ത് ചെയ്തിട്ടുണ്ട്? അബ്ദുള്ള മുങ്ങിയിട്ട് തടി തപ്പിയിട്ടുണ്ടായിരുന്നു. പയ്യോളി ഉസ്താദ് പെട്ടെന്ന് മൈക്കിലേക്ക് വന്ന് അത് പിടിച്ച് രണ്ടാമത് അത് ഓദിപ്പിച്ചതാണ് നിങ്ങളെ കൊണ്ട്. അപ്പോ ഖുർആനിൽ നിന്ന് സത്യം മനസ്സിലാക്കിയിട്ട് പോലും ഖുർആനെ വിളിച്ചെടുത്തിൽ നിങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അല്ലേ? നിങ്ങളല്ലേ നേരത്തെ സമീനാവാത്തോയിന എന്നൊക്കെ പറഞ്ഞത്? അത് നിങ്ങൾക്കുണ്ടോ ഇപ്പോ? അതില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. പയ്യോളി ഉസ്താദ് മൈക്ക് എടുത്ത ശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. പയ്യോളി ഉസ്താദ് മൈക്ക് എടുത്ത ശേഷം നിങ്ങൾക്ക് മൈക്ക് എടുക്കാം. ഇനി ശ്രദ്ധിക്കുക, അബ്ദുള്ള വായിക്കണില്ല. അതല്ലാത്തൊരു അബദ്ധം തന്നെയാണ്. കാരണം അതിന്റെ ഇടയിൽ നമ്മളെ മുസ്തഫ അടിക്കുക. ഞങ്ങൾ 100% അംഗീകരിക്കുന്നു. സംഭവം ഇങ്ങനെ കയ്യിലുള്ള എന്താന്ന് തിരിയാത്ത കൊണ്ടാ മുസ്തഫ. അതാണ് പ്രശ്നം. മുസ്തഫക്ക് കുറെ അറബി അക്ഷരം കൂട്ടി എഴുതിയെന്നല്ലാണ്ട് അതെന്താന്ന് മുസ്തഫക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുസ്തഫ ഞങ്ങൾ 100% അംഗീകരിക്കുന്നു എന്നൊക്കെ പറയണത്. മൂപ്പർക്ക് അത് തിരിഞ്ഞിട്ടില്ല. ഇത് തിരിഞ്ഞേ കൊണ്ടാണ് അബ്ദുള്ള മുണ്ടാത്തത്. അബ്ദുള്ള അത് വായിക്കാത്തെന്താ? ഇതിലുള്ള വിഷയം മൂപ്പർക്ക് അറിയാലോ, അബ്ദുള്ളക്ക് അറിയാം. അതുകൊണ്ട് അബ്ദുള്ള വായിക്കാത്തത്. പക്ഷെ പാവം മുസ്തഫക്ക് അറിയില്ല. മുസ്തഫ അറിയാം. ഞങ്ങളെല്ലാം അംഗീകരിക്കേണ്ടത്. നിങ്ങളെ ഒന്നും അംഗീകരിക്കൂല, ചെയ്യൂല. ചെയ്യേണ്ടെങ്കിൽ മുസ്തഫ ഇപ്പൊ വായിക്കെടുക്കേണ്ടതാ. വലിയ നേതൃത്വം മുന്നിൽ തന്നെ ഉണ്ട്. മൂപ്പരാത് വായിച്ചിട്ട് അർത്ഥം പറയട്ടെ. അബ്ദുള്ള പ്ലീസ് പ്ലീസ്
പണ്ട് ശബാബത്ത് പോലെ താറിൽ മുതിർന്നത് പോലെ ആവുന്നുള്ള പേടിയാ. മൂപ്പര് മുമ്പ് മദ്ഹല് വായിച്ചു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? മദ്ഹലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ബിദ്അത്താണ്, പാടില്ലാത്തതുണ്ട് എന്നാ പിന്നെ അന്ന് വായിച്ചാതെയാണ്. ആണ്ട് വായിക്കൂല. അതിലും കൂടി ലഫ്ളൊക്കെ അടിച്ചു കൊടുത്തു. അതിന്റെ ഇടയിൽ കാന്താരം കുടുങ്ങിയില്ലേ, അതിന്റെ ഇടയിൽ ഒരു ലഫ്ള് ശബാബത്ത്, അതിൽ അബ്ദുള്ള അന്നല്ല ആക്കൽ തുടങ്ങി. അപ്പുറം ഒരു താറുൽ മുസർസൽ, അത് കുടുങ്ങി. ഇത് രണ്ടും എന്താന്ന് മൂപ്പർക്ക് ഒരു ഐഡിയ ഇല്ല. അത് പരിപാടി എനിക്ക് മൊത്തത്തിൽ അറിയാം, ലഫ്ലഫ് പറയാനാവില്ല എന്നാ അന്ന് മൂപ്പര് പറഞ്ഞത്. എന്താ അതേപോലെ പെടുന്നാട്ടം വിചാരിച്ചിട്ടാ. ഇതില് താറുൽ മുസർസറും ശബാബത്തും ഒന്നും ഇല്ലാലോ, അതുകൊണ്ട് ഇൻഷാല്ല വായിച്ചോളി. ആണ് അടിച്ചു തന്നിട്ടുണ്ട്, അത് വായിച്ചർത്ഥം പറയാം പ്ലീസ്. കഴിയെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ വിട്ടേക്ക്, കഴിയൂലെങ്കിൽ ഒഴിവാക്കിയേക്ക്, കഴിയെങ്കിൽ വായിച്ചോളി. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്മാരോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അബ്ദുള്ള ഇപ്പൊ തൽക്കാലം ലേശം ഈ ഒരു വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് പരിഗണിക്കണം. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാന്നുള്ളൊരു ആശയം അബ്ദുള്ളാന്റെ ടെസ്റ്റിൽ മനസ്സിലാവുന്നുണ്ട്. ഉസ്താദ്മാർക്ക് സമ്മതമാണെങ്കിൽ ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് അബ്ദുള്ള കൂടുതൽ ഒന്ന് ഇതായിട്ട് പിന്നീട് ചോദിക്കാതെ. അബ്ദുള്ളക്ക് ഒരു വിഷമം ഉണ്ടെന്ന് തോന്നി ഇതിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് വയ്യുൽ ഒക്കെ മൈക്കെടുത്തോളൂ. കാരണം എല്ലാ വാവക്ക അത് വല്ലാതെ മൂപ്പർക്ക് ഇത് വായിച്ചർത്ഥം വെക്കാൻ പറ്റൂല. അതുകൊണ്ട് മനസ്സിലായല്ലോ ഞമ്മക്ക് ഇതില് മൂപ്പർ നന്നായിട്ട് പെട്ടാ കിടക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് മൈക്കെടുത്തിട്ട് അബ്ദുള്ള തന്നെ ഒന്ന് പറഞ്ഞോട്ടെ ഇൻഷാ അല്ലാഹ്. എന്നൊക്കെ പറഞ്ഞ ഉസ്താദുമാർ എന്തായാലും അത് പിന്നീട് ചർച്ച മാറ്റി വെക്കാം. നിങ്ങൾ പറഞ്ഞോളൂ. മൈക്കെടുത്തിട്ട് എന്തായാലും ഒരു പരിഗണന കിട്ടുമെന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അബ്ദുള്ള മൈക്കെടുത്തോളൂ. എന്താ ചെയ്യ അബ്ദുള്ള, നിങ്ങൾക്കാണ് മൈക്ക് നിങ്ങൾക്ക് തന്നതാണ്. എന്തിനാ അറിയോ? യുർഷിദ് തആല മുതൽ അന്നല്ലാഹ ഖദ് ഗഫറ ലഹു എന്നുള്ള അവസാന ഭാഗം വരേക്കും ഒന്ന് വായിച്ച അർത്ഥം. ഇനി പ്രവർത്തകന്മാര് പിന്നെ ആരും മൈക്കിലേക്ക് ഇടപെടണ്ട. മൂപ്പര് കിട്ടൂല, എനിക്കറിയാം മൈക്ക് കിട്ടൂല. ഹിഡൻ ഡോട്ട്, അതിന്റെ പേരാണ് ഹിഡൻ ഡോട്ട്. അതിന്റെ പേരാണ് ഹിഡൻ ഡോട്ട്. കണ്ടില്ലേ, കണ്ടല്ലേ? ഇപ്പൊ മൂപ്പർക്ക് മൈക്ക് കിട്ടൂല. കാരണം എന്താ? ഹിഡൻ ഡോട്ട്. അല്ല ചങ്ങായി, ഇങ്ങക്കൊന്നും സുഖയില്ലേ? വയലൻസിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ലാന്ന് പോലും തിരിയാത്തൊരു മൗലവിമാരായിപ്പോയി. ഹിഡൻ ഡോട്ട് എന്ന് ഏതോ ഒരു മൗലവി പണ്ട് പറ്റിച്ചതാ അത്, ഹിഡൻ ഡോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഡോട്ടൊന്നും ഇല്ല. മൈക്ക് എടുത്തോ. കൈയൊന്നും പൊന്തിക്കണ്ട, വേഗം മൈക്ക് എടുത്തോ. ഹലോ, മൈക്കെടുത്തിട്ടിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന രൂപത്തിൽ പറയുക. പിന്നെ വാക്കിനെ മാത്രം അർത്ഥം പറയുക, വിശദീകരണമൊന്നും വേണ്ട അല്ലേ? അതിൽ പിന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഇസ്തഗ്ഫാറാണ് പൊറുക്കലിനെ തേടി, അതിനെ കുറിച്ച് വിശദീകരിക്കൊന്നും വേണ്ട. നിങ്ങൾ പറയുന്നത് മാത്രം, അതിനപ്പുറം പറ്റൂല. നിങ്ങൾ അടിച്ച ഇബാറത്ത് മാത്രം, അതിനപ്പുറം പിന്നെ യമീനും ഷിമാലും പോക്കും താഴത്തൊന്നും പറ്റൂല. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. അത് മാത്രം നിങ്ങൾ തെളിക്കുന്ന റൂട്ടിലൂടെ അങ്ങ് പോവുക. എന്നിട്ട് എവിടേക്ക് പോവുക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊട്ടക്കിണറുണ്ട്, ആ പൊട്ടക്കിണറിൽ പോയി ചാടുക. അതല്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത്. എന്നാൽ അതിന് അബ്ദുള്ളനെ കിട്ടൂല. അബ്ദുള്ള പറയുന്നു, ഇതെല്ലാം എഴുതിയ ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ ഉസ്താദാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയെ നിങ്ങൾ റയീസുൽ മുനാഫിഖീൻ എന്നാണ് ഇപ്പൊ വിശേഷിപ്പിക്കുന്നത്. മുനാഫിഖീങ്ങളുടെ റയീസാണ്. ആ റയീസിന്റെ ഓരത്ത് എഴുതിയ പിന്നെ യുർഷിദ് തആല വൽ ഉസാത്ത് വൽ മുദ്രിബീൻ എന്ന ഇനിയിപ്പോ അതന്നെ നല്ല പണി. എന്ത്? ഇബ്നു കസീറിന്റെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അവസാന കാലത്ത് മാറിയിട്ടുണ്ട്, റസൂലുള്ളാഹിയെ ശഫാഅത്ത് തേടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഉസ്താദിന് പറ്റിയ പിഴവാണത് കേട്ടാ. അതും ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ അങ്ങേ തല ഇബ്നു തൈമിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്. അത് മൂപ്പറെ കുറിച്ച് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാല്. ബാക്ക നിങ്ങളിപ്പോ നമ്മൾ പറഞ്ഞതില്ല വളരെ എത്ര മാന്യമായിട്ട് നേരത്തെ പറഞ്ഞത് ഉസ്താദും ഒക്കെ പറഞ്ഞത്. ഉസ്താദ് ഞാൻ ഡോട്ടിട്ട് ഉസ്താദിനെ നേരെ അഡ്മിൻ ചെയ്ത് ഡോട്ടിടാൻ പറ്റില്ല, ഞാൻ എനിക്കിടാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വിഷയം ഇപ്പൊ മാറ്റാണ് യഥാർത്ഥത്തിൽ. ഇതാണ് അർത്ഥം. നിങ്ങൾ കൂട്ടണ്ട കുറക്കണ്ട എന്നാണ് ഈ തഫ്സീർ വായിച്ച് അർത്ഥം വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്താണ് വിശദീകരണം നടക്കണ്ട. അതിനുശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ഇബ്നു കസീർ പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ഇനി എന്റെ വക പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും തീരല്ലോ. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങളൊന്നും വിശദീകരിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇബ്നു കസീർ പറഞ്ഞത് ആ മട്ടത്തില് അത് ലഫ്സ് അർത്ഥം വെച്ച് അത് കഴിഞ്ഞാല് ഇബ്നു കസീർ പറഞ്ഞ് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പറയാൻ ചില വിശദീകരണം ഇതിന് നൽകാനുണ്ട്, അത് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ ഉസ്താദ് ഇപ്പം പറയും ഞാൻ ഒന്ന് മൈക്കെടുക്കട്ടെ, അതിനുശേഷം നിങ്ങൾ പറയാം എന്ന് പറയും. ഓക്കെ, നിങ്ങൾ മൈക്കെടുത്തോളൂ, പറഞ്ഞോളൂ. വെറുതെ സമയം കളഞ്ഞത് ഒരുപാട് ടൈം ആയില്ലപ്പോ. ഓക്കെ, നിങ്ങൾ ഇർത്തകബത്തു അല്ല അതിന് അപ്പുറമുള്ളതൊക്കെ ചൊല്ലി നിങ്ങൾ അർത്ഥം വെക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ആ ഇർത്തകബത്തും ചൊല്ലി അർത്ഥം വെക്കാൻ എനിക്ക് പറ്റൂല. അപ്പോഴേക്ക് നിങ്ങൾ ഡോട്ടിടും. ഈ ഇർത്തകബത്ത് ചെല്ലണം. എന്നാല് നിങ്ങൾ പറയുന്ന ഇർത്തകബത്ത് ചെല്ലാനുള്ള തെളിവായിട്ടാണ് ഇത് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇർത്തകബത്തുൽ എന്താണുള്ളതെന്ന് ആദ്യം പറയണം, ആദ്യം അറിയണം ഈ ജനങ്ങള്. എന്നിട്ടാണ് ഇതിലെന്താ പറയുന്നത്, ഈ ആയത്തിൽ എന്താണ്, ഈ പിന്നെ ആയത്തിൽ തഫ്സീറിൽ എന്താണ് പറയുന്നത് എന്ന് പിന്നെ പരിശോധിക്കാം. അപ്പൊ ആദ്യം ഇർത്തകബത്തുന്റെ എന്താണ് പറയുന്നത് പിന്നെ പരിശോധിക്കാം. അപ്പൊ ആദ്യം ഇർത്തകബത്തുന്റെ അപ്പോ ചങ്കരം തിന്നുമ്പോ തന്നെ ഇറങ്ങാൻ ഒരു നിർവാഹവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ മുജാഹിദീങ്ങളെ, എല്ലാ മുജാഹിദീങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ലജ്ജയില്ലേ നിങ്ങൾക്ക്? ഇതാണം തസ്താഹി. ലജ്ജ ഇല്ലെങ്കിൽ ഇനിയുള്ള എല്ലാം കാട്ടിക്കൂട്ടിക്കോളും. ഇതൊന്ന് വായിച്ചിട്ട് അർത്ഥം പറയാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റണില്ലല്ലോ. നിങ്ങളുടെ ആദർശത്തിന്റെ ഒരു പൊള്ളത്തരല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഓ മതി മോനെ, മതി അബ്ദുള്ള, നിങ്ങൾ വായിക്കും വേണ്ട, അർത്ഥം പറയും വേണ്ട, നിർത്തിക്കളയും. നിങ്ങൾക്ക് അതിനൊന്നും ആവൂല. അതിനൊന്നും ത്രാണിയുള്ള ആദർശം നിങ്ങളുടെ കയ്യിലില്ല. കേട്ടില്ലേ? അതിനൊന്നും ത്രാണിയുള്ള ആദർശം നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല. അതാ നിങ്ങളൊക്കെ പ്രശ്നം. നിർത്തിക്കളയും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ബാബ അമീറ ഇൻഷാ അല്ലാഹ് മൈക്ക് എടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഇനി ബാബക്ക തുടരും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടെങ്കിൽ السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. സോറി മുസ്തഫ, ബാവാമിറ എന്ന് പറഞ്ഞ ആള് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. ബാവാമിറ മൈക്കെടുക്കട്ടെ എന്ന് ഉസ്താദ് പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ മൈക്ക് എടുത്തുകൊണ്ടാണ് ഒന്ന് ഡോട്ട് അടിക്കേണ്ടി വന്നിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ അബ്ദുള്ള അടക്കാങ്ങറ, നമുക്ക് ഇവിടെ നമ്മള് ഒരു ആയത്തിന് പറഞ്ഞ തഫ്സീറാണ് ഇവിടെ പറഞ്ഞത്. അതൊന്ന് വായിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ വിശദീകരിക്കണ്ടെന്നോ നിങ്ങളോട് സംസാരിക്കണ്ടെന്നോ നിങ്ങൾക്ക് സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നോ ഈ റൂമിൽ ഒരാൾ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അബ്ദുള്ളക്ക് അറിയാം. എത്രയോ തവണ നിങ്ങൾ വന്നിട്ട് വളരെ സ്വതന്ത്രമായി വളരെ ഫ്രാങ്ക് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ, വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്ന റൂമല്ലേ ഇത്? എത്രയോ തവണ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ല. ഇവിടെ പല ഉസ്താദുമാരുമായി നിങ്ങൾ സംസാരിച്ചു. നമുക്ക് നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ ഇർത്തകബത്ത് ചൊല്ലിക്കോളൂ, നിങ്ങൾ ആയത്തുകൾ പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരാജിരിമന്നക്കും ശനാന കോമിൻ, അങ്ങനെ എന്തായത്തും നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ഓതിക്കോളൂ. അതിനൊക്കെ നിങ്ങൾ അർത്ഥം പറയുകയും ചെയ്തു. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പറഞ്ഞ ഇതെന്നെ പറയാൻ പാടുള്ളൂ എന്നല്ല പറയുന്നത്. ഖുർആന്റെ തഫ്സീറാണ് ഇബ്നു കസീർ പറഞ്ഞത്. ഇബ്നു കസീർ ഏറ്റവും പ്രാമാണികമായ തഫ്സീറാണെന്ന് മുജാഹിദുകൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തഫ്സീർ പറഞ്ഞതിന് നിങ്ങൾ നേർക്കുന്നതിന് അർത്ഥം പറയണം. എന്നാൽ അലുവയിൽ പഞ്ചസാര ഇടണ്ട. അലുവയിൽ ചായക്ക് കടിയാണ് അലുവ. അലുവയിൽ തന്നെ അതിലുള്ള സാധനമാണ്. അതിൽ പഞ്ചസാര ഇടണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
പഞ്ചസാര നിങ്ങൾ വേറെ എന്ത് ചെയ്തോളൂ, വേറെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാ. നിങ്ങളുടെ വിശദീകരണത്തിന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതിൽ? ഈ വിഷയത്തിന്. മറ്റുള്ള നിങ്ങൾക്ക് വിശദീകരണം നിങ്ങൾ ഇർത്തകത്തുമോ, നിങ്ങൾ ഇർത്തകത്വം എന്തു നിങ്ങൾ പറഞ്ഞോളൂ, അതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടക്കിണറ്റിൽ പോയി ചാടാൻ പോവാണ്, പൊട്ടക്കിണറ്റിൽ ചാടാൻ പോവാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ പൊട്ടക്കിണറ്റിൽ, അതായത് മുഫസ്സിറുകൾ പറഞ്ഞ ആ വിശദീകരണത്തിനെതിരെ, പ്രാമാണികരായ മുഫസ്സിറുകൾ പറഞ്ഞ വിശദീകരണത്തിനെതിരെയാണ് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മങ്ങളും ഒക്കെ. ഇവിടെ പ്രാമാണികരെന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിച്ച ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ മാത്രം നിങ്ങൾ ഇവിടെ അംഗീകരിച്ചാൽ, അതുപോലെ നിങ്ങൾ വിശദീകരിച്ചാൽ നിങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് ചാടും. ആ പൊട്ടക്കിണറ്റിൽ നിങ്ങൾ ചാടാതിരിക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് തിരുത്തിയ യാതൊരു കുഴപ്പമില്ലല്ലോ. തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അതല്ല, നമ്മളൊക്കെ മരണപ്പെട്ടതിന് ശേഷം നമുക്കത് തിരുത്താൻ അവസരം ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ പൊട്ടക്കിണറ്റിൽ ചാടാതിരിക്കാൻ. ആ പൊട്ടക്കിണറ്റിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സ്നേഹബുദ്ധിയെ പറയണം അതുപോലെ. ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദും സക്കീർ ഉസ്താദും ഒക്കെ തന്നെ ചർച്ച നയിക്കും. ഞാൻ ഈ വിഷയം അതിലൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. നിങ്ങളോട് യാതൊരു വിരോധവും നമുക്കില്ല. വളരെ മാന്യമായി ചർച്ചയിൽ ഇടപെടുന്ന ആളാണ്. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് നമുക്ക് ആ കാര്യത്തിൽ നിങ്ങളോട് മതിപ്പും ബഹുമാനമൊക്കെ ഉള്ള ആളാണ്. പലപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ ഇത് പറയുന്നതല്ല, മുഖസ്തുതി പറയുന്നതല്ല, പലപ്പോഴും അത് ഇവിടെ പ്രകടിപ്പിക്കുകയും നിങ്ങളോട് ഞങ്ങൾ അംഗീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുള്ള ഈ വിഷയത്തിൽ നമ്മൾ ആ പറഞ്ഞ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇർത്തകത്ത് പറയാം, മറ്റുള്ള ആയത്തുകൾ നിങ്ങൾക്ക് ഓതാം, എല്ലാം നിങ്ങൾക്ക് ഓതാം. അതിനുള്ള സ്വതന്ത്രമായ അവസരം ഈ റൂമിൽ തരും. ഈ റൂമിന്റെ പ്രവർത്തകന്മാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. ഈ ഇസ്ലാമിക് മീഡിയ മിഷൻ റൂമിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാരിൽ എളിയ സ്ഥാനത്തുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. നിങ്ങൾ ആരും ഡോട്ടുകയോ പോൺസുകയോ ഒന്നുമില്ല. എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മറ്റു വിശദീകരണം ഒക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ അവസരം തരാം. പക്ഷേ ഈ ഒരു വിശദീകരണം ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് ടെക്സ്റ്റ് അടിച്ച് പേസ്റ്റ് ചെയ്ത് തന്ന ആ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ച് അർത്ഥം വെച്ചാൽ, അത് പൊട്ടക്കിണറ്റിലേക്ക് ചാടുകയാണെങ്കിൽ നമ്മൾ എന്തിനാ പൊട്ടക്കിണറ്റിൽ, ആ പൊട്ടക്കിണറ്റിന്റെ വിശ്വാസം നമ്മൾ എന്തിനാ കൊണ്ടുനടക്കണത്? അത് നമുക്ക് ഒഴിവാക്കാമല്ലോ. ഞാൻ മൈക്ക് റിലീസ് ചെയ്ത് കിട്ടി. പ്ലീസ് മുസ്തഫ ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു ചർച്ച നടക്കുകയല്ലേ, ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അബ്ദുള്ള മൈക്ക് എടുത്തോളൂ. നിങ്ങൾ പിന്നെയും തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള ഞാൻ മൈക്ക് എടുക്കേണ്ടി വന്നത്. പിന്നെ എന്തിനാ ബൗൺസ് ചെയ്ത് നിങ്ങൾ അടിച്ചു? അതിനുള്ള വിശദീകരണം തന്നല്ലോ. നിങ്ങൾ ആദ്യം മുഫാദമോ ടെക്സ്റ്റ് അടിച്ചു. ഇവിടെ ആ ടെക്സ്റ്റിൽ എന്തായില്ല, ഋതുബയുടെ ആ ഉദ്ധരണി കൂടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാൻ അടിച്ചു. മൊത്തത്തില് ആദ്യം നിങ്ങൾ അർത്ഥം വെക്കാൻ തുടങ്ങി. വസ്തഗ്ഫർ ലഹും റസൂലു എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ ഇർത്തഖബത്ത് ചൊല്ലിയുണ്ട് എന്താക്കാൻ കോട്ടി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എന്താക്കിയതാണ് ഡോട്ട് ഇട്ടത്. പക്ഷെ മൗസിന്റെ വയറ് ഇവിടെ നിന്ന് കുടുങ്ങിയത് കൊണ്ട് പെട്ടെന്ന് ബൗൺസിലായി മാറി. അപ്പൊ തന്നെ ഞാൻ തന്നെ അൺബൗൺസും ചെയ്തിട്ടുണ്ട്. അക്കാര്യം ക്ഷമാപണം നടത്തുകയും ചെയ്തതാണ്. അത് വീണ്ടും നിങ്ങൾ എന്തിനാ ബൗൺസ് എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് അർത്ഥം വെച്ചാൽ മതി. നിങ്ങൾ വിശദീകരിക്കും. ബാബാമിറ വ്യക്തമായി പറഞ്ഞു തന്നല്ലോ. നമ്മളിത് തിരിഞ്ഞില്ലെങ്കിൽ പയ്യൂർസ്ഥാനം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ബാബാമിറ ഔദ്യോഗികമായിട്ട് ക്ലാസ് റൂമിന്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നൽകും. ബാബാമിറയും പറഞ്ഞു. അതുകൊണ്ട് ആ തഫ്സീർ നിങ്ങളൊന്ന് അർത്ഥം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. ആ ഉദ്ധരണി മൊത്തം ഒന്ന് വിശദീകരിച്ച് അർത്ഥം വെച്ച് ശേഷം ഇതാക്കുക. നിങ്ങളുടെ വിശദീകരണം ശേഷമാവട്ടെ. ഈ തഫ്സീർ ഒന്ന് വായിച്ച് അർത്ഥം വെച്ച് ശേഷം നിങ്ങളുടെ വിശദീകരണം വിശദീകരിച്ചോളൂ. കുഴപ്പമില്ല. പിഴക്കുണ്ടാക്കണ്ട, കൂട്ടിച്ചേർക്കലും ചുരുക്കലും നടത്തണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾ ബൗൺസി എന്തിനെ ചോദിച്ചുകൊണ്ട് വലിയ മൈക്ക് എടുക്കേണ്ടി വന്നത് അത് എന്റെ കയ്യിൽ നേരത്തെ പറ്റിയ ഒരു അബദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരുത്തിയിരുന്നു. പക്ഷെ വീണ്ടും നിങ്ങളിത് പറഞ്ഞ് അത് തന്നെ ആലോചന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അവസ്ഥ ആ മട്ടത്തിലാണ് എന്നാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അത് നിങ്ങൾ അർത്ഥം വെക്കുക. ഇല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയാം. ഓക്കെ, വാങ്ങിക്കൊടുത്തോളൂ. ആ യഥാർത്ഥം ഒന്നുകൂടി അടിച്ചു കൊടുത്തോളൂ. മുമ്പർക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രൈവറ്റിൽ അടിച്ചു കൊടുത്തോളൂ. മുമ്പ് അർത്ഥം വെക്കും. ഇൻഷാ അല്ലാഹ്. ഹലോ. മുമ്പ് നിങ്ങളെ മദ്ഹലില് കേൾവിക്കാരൻ ഉസ്താദ് ഞാനായിട്ട് സംസാരിച്ചു. മദ്ഹലില് നിങ്ങൾ കുറെ പേജുകൾ അർത്ഥം വെക്കാനോട് പറഞ്ഞു. അത് കുറെ നിങ്ങൾക്ക് തെളിവാകുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ കുറെ പിന്നെ ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ പൂരങ്ങൾ നടക്കുന്നത്, അവിടുത്തെ വിദഗ്ധകളും ഖുറാഫാത്തുകളും തെറ്റുകളും അതിൽ കുറെ വിവരിച്ചിട്ടുണ്ട്. സാറ് സർസാർ എന്നൊക്കെ പറഞ്ഞിട്ട്
ചെണ്ടാമദ്ദളം എന്നൊക്കെ പറയുന്നത്. ആ ഭാഗം അർത്ഥം വെപ്പിക്കുക എന്നെ കൊണ്ട്. അത് നിങ്ങൾക്കുള്ള തെളിവാണ്, അത് നിങ്ങൾ അർത്ഥം വെക്കണം. ഈ യുർഷിദ് തആല അൽ ഉസാത്ത് വൽ മുദ്രിബീന ഇദാ വഖഅ മിൻഹുൽ ഖതാ നിസ്യാന എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഇബാറത്ത് നിങ്ങൾക്കുള്ള തെളിവാണ്. അത് നിങ്ങൾ എനിക്ക് അർത്ഥം വെച്ച നിലയിൽ ജനങ്ങൾക്ക് അർത്ഥം വെച്ച് കൊടുത്തളി. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരാഴ്ച. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന സൂറത്തുൽ നിസായിലെ 64-ാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് ഇപ്പൊ നിങ്ങൾ ഈ വായിക്കുന്നത്. യുർഷിദ് തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നു, അൽ ഉസാത്ത് വൽ മുദ്രിബീന തെറ്റ് ചെയ്തവരോട് ഇദാ വഖഅ മിൻഹുൽ ഖതാ വൻ നിസ്യാന അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ പറയുന്നു എന്താണ്, അൻയൗതു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലാൻ. ഇപ്പൊ ബാവാമിറ കൈ വന്നിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യണോ? അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഏതായാലും അൻയൗതു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അടുത്ത് ചെല്ലാനും, തെറ്റ് ചെയ്താൽ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലാന് ഈ ഇതിൽ പറയുന്നു, ഈ ആയത്തിലൂടെ പറയുന്നുണ്ട്. ഫയസ്തഗ്ഫിറുല്ലാഹ അങ്ങനെ അവര് അള്ളാഹുവിനോട് എന്തഹു റസൂലിന്റെ അടുക്കൽ വെച്ച് ഇസ്തിഗ്ഫാർ നടത്തും. അള്ളാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തും. വയസ്അലൂഹു അവര് റസൂലിനോട് ചോദിക്കും, അല്ലെങ്കിൽ ആവശ്യപ്പെടും, അൻ യസ്തഗ്ഫിറ ലഹും അവർക്ക് റസൂല് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പൊറുക്കലിനെ തേടാൻ. ആരോട്? അള്ളാഹുവിനോട് പറയേണ്ടിയില്ല. അപ്പൊ അള്ളാഹുവിനോടാണ് ഇവിടേക്ക് രണ്ടു കൂട്ടരും ഇസ്തിഗ്ഫാർ നടത്തുന്നത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഫൈന്നഹും ഇദാ ഫഅലൂ ദാലിക ഇപ്പൊ വിശദീകരണം കൊടുത്തുകൊണ്ട് ഡോട്ട് വരുമെന്ന് അറിയില്ല. ഫൈന്നഹും ഇദാ ഫഅലൂ ദാലിക തീർച്ചയായും അവർ അങ്ങനെ ചെയ്താൽ താബല്ലാഹു അലൈഹിം അവർ അള്ളാഹുവിനോട് റസൂലും അവരൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി റസൂല് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ താബല്ലാഹു അലൈഹിം അള്ളാഹു അവരുടെ മേൽ തോബ സ്വീകരിക്കുന്നതാണ്. റഹിമഹും അവർക്ക് റഹ്മത്ത് ചെയ്യും, കരുണ ചെയ്യും. വഗഫറ ലഹും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വലിഹാദ ഇക്കാരണത്താൽ ഖാല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ അള്ളാഹു അവരെ എത്തിക്കുന്നതാണ് തവ്വാബായിട്ടും, തവ്വാബൻ തോബ സ്വീകരിക്കുന്ന ആളായിട്ടും, റഹീമ കരുണ ചെയ്യുന്നവനായിട്ടും എത്തിക്കുന്നതാണ് എന്ന് പറയുന്നു. വഖദ് ദക്കറ ജമാഅത്തുൻ മിൻഹും ഷെയ്ഖ് അബൂ നസ്ർ ഇബ്നു സബ്ബാ ഒരു കൂട്ടർ പറഞ്ഞിരിക്കുന്നു, അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് അബൂ നസ്ർ ഇബ്നു സബ്ബാ ഫി കിതാബി ഷാമിൽ അദ്ദേഹത്തിന്റെ കിതാബായ അഷാമിൽ എന്ന കിതാബിൽ അൽ ഹിക്കായത്ത അൽ മഷ്ഹൂറത്ത പ്രസിദ്ധമായ ഉദ്ധരണിയെ, പ്രസിദ്ധമായ കഥ അനി റുത്ബി റഹിമഹുള്ളയെ തൊട്ട് ഖാല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കുന്തു ജാലിസൻ എന്ന ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഫജാ അറാബിയൻ അപ്പോൾ ഒരു അറാബി വന്നു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. സമീഅത്തുല്ലാഹ യഖൂൽ എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹു പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ആയത്ത് മുഴുവൻ ഓതി. അള്ളാഹു വലൗ അന്നഹും യളമു അൻഫുസഹും നിങ്ങൾ വലൗ അന്നഹും യളമു അൻഫുസഹും അവരുടെ നഫ്സുകളെ, അവരുടെ ശരീരങ്ങളെ ആക്രമിച്ചാൽ അഥവാ തെറ്റ് ചെയ്താൽ, അവർ തെറ്റ് ചെയ്താൽ ജാഊക തങ്ങളുടെ അടുക്കൽ വരികയും ചെയ്തു. വസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തി പൊറുക്കലിനെ തേടി. വസ്തഗ്ഫറ ലഹും റസൂൽ എന്ന ആയത്ത് മുമ്പ് പറഞ്ഞ ആയത്ത്. ഈ ആയത്ത് പറഞ്ഞിരിക്കുന്നു, വഖദ് ജീതുക ഈ ആയത്തിൽ റസൂലിന്റെ അടുക്കൽ തെറ്റ് ചെയ്താൽ റസൂലിന്റെ അടുക്കൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വഖദ് ജീതുക ഞാൻ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ ലിദംബി എൻ്റെ തെറ്റിനെ പൊറുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, മുസ്തഗ്ഫിറൻ ലിദംബി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആരുടെ ഇസ്തിഗ്ഫാർ നടത്തുക? അള്ളാഹുവിനോട്. മുസ്തശ്ഫി അൻബിക്ക അതിന്റെ കേട്ടോ, മുസ്തശ്ഫി ഇവിടെയുള്ള എന്റെ വക. മുസ്തശ്ഫി അൻബിക്ക നിങ്ങളോട് നിങ്ങളോട് ഷഫാഅത്തിനെ തേടിക്കൊണ്ട്, ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ഉള്ള ഷഫാഅത്തിന്. സുമ്മ അൻഷ യഖൂൽ പിന്നെ അദ്ദേഹം പറയാൻ തുടങ്ങി, എന്താണ്? يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم يا خير من دفنت بالقاع عظمه يا خير من دفنت
മറമാടപ്പെട്ടവരിൽ ഉത്തമരെ. ബിൽക്കായ് ആവമു, ബിൽക്കായ് കായ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയായിരിക്കും. ബിൽക്കായ് ആവം എന്റെ അർത്ഥം എനിക്കറിയില്ല, വ്യവസ്ഥ പറയാം. ബിൽക്കായ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. കായ് എന്ന് പറഞ്ഞാൽ കിയാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ ഭൂമി എന്നൊക്കെ അർത്ഥമുണ്ട്. ആവം ബിൽക്കായ് ആവമു ഫതാബിഹിന്നൽക്കാവ് വല്ലക്കമു, അതിന് കാടും മരുഭൂമിയെല്ലാം പിന്നെ അവരുടെ പിന്നെ നന്മ കൊണ്ട് നന്നായി. നഫ്സിൽ ഫിദാഉ, എൻ്റെ നഫ്സ് പിന്നെ അവർക്കാവുന്നു, അവർക്ക് ദണ്ഡം കൊടുത്തിരിക്കുന്നു. നഫ്സിൽ ഫിദാഉ ലി ഖബറിൻ അൻത സാകിനു, നഫ്സിൽ എൻ്റെ നഫ്സ് അൽ ഫിദാഉ ദണ്ഡമാണ്, ലി ഖബറിൻ ഒരു ഖബറിൽ അൻത സാകിനു നീ അതിൽ പിന്നെ വസിക്കുന്നവനാണ്. അങ്ങനത്തെ ഒരു ഖബറിന് ഞാൻ എൻ്റെ പിന്നെ ശരീരത്തെ ദണ്ഡം ചെയ്തിരിക്കുന്നു, നൽകിയിരിക്കുന്നു. ഫീഹിൽ അഫാഫു വഫീൽ ജൂദു വൽ കറമു അൻത സാകിനു ഫീഹിൽ അഫാഫു. ഫീഹിൽ അഫാഫു, അതിന് അഫാഫ് ഉണ്ട്. അഫാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫത്തിൽ നിന്നാണ് അഫാത്ത്, പാതിവൃത്യമുണ്ട്. അത് നല്ലൊരു വിശേഷണമാണ്. വഫീഹിൽ ജൂദു, അതിലാവുന്നു ജൂദ്. ജൂദ് എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? ഉദാരത. വൽ കറമു ഔദാര്യം, രണ്ടും ഒന്നല്ലേ. വഫീഹിൽ ജൂദ് വൽ കറമു. ഏതായിരുന്നാലും സുമ്മസ്സറഫൽ ആറാബിയും, ഇതും പാടിയും കൊണ്ട് ആറാബി പിരിഞ്ഞു പോയി. ഫഗലബത്തിനി ഐനി, അങ്ങനെ എനിക്ക് ഉറക്കം വന്നു. ഫറായിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗമി, അങ്ങനെ ഞാൻ റസൂലിനെ ഉറക്കത്തിൽ കണ്ടു. ഫഖാല, അങ്ങനെ റസൂൽ പറഞ്ഞു, യാ ഉത്ബി ഇൽഹഖിൽ അറാബിയ, അറാബിയെ പിന്നെ ചെന്ന് കാണുക. ഫബശ്ശിർഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അങ്ങനെ ആ അറാബിക്ക് തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് പിന്നെ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ എന്ന ആയത്തിന്റെ വിശദീകരണമായിട്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പിന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നത് അള്ളാഹുവിനോടാണ്. പക്ഷേ ഈ ഉത്ബി പിന്നെ ഈ കഥയിൽ, ഈ ഹിക്കായത്തിൽ ഖബറിൽ ചെന്നിട്ട്, അതായത് റസൂലിന്റെ മരണശേഷവും ഖബറിൽ ചെന്ന് അറാബി സലാം ചെല്ലുകയും അങ്ങനെ റസൂലിനോട് എന്ന് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. വഖദ് ജീതുക, തീർച്ചയായും ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നു, മുസ്തഗ്ഫിർ ലി ദംബി, റസൂലിന്റെ അടുത്ത്, റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നിരിക്കാം. എന്നിട്ട് പറയാ വഖദ് ജീതുക മുസ്തഗ്ഫിർ ലി ദംബി, എൻ്റെ ദംബിനോട്, എൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, മുസ്തശ്ഫിയൻ ബിക, താങ്കളെ കൊണ്ട് ഷഫായത്ത് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഈ കഥയിൽ അങ്ങനെ പിന്നെ സ്വപ്നം കണ്ടു. ഈ അറാബി അല്ല പിന്നെ ഈ ഉത്ബി എന്ന മഹാൻ സ്വപ്നം കാണുകയും ഈ അറാബിയെ ചെന്ന് റസൂൽ പറഞ്ഞതായിട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ഉദ്ധരിച്ച അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തെളിവാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞ പിന്നെ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ഉസ്താദായിരുന്നു ആര്? ഇബ്നു തൈമിയ. ഈ ഇബ്നു തൈമിയ മരിച്ചതും അതേ ആശയത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ പിന്നെ സ്വാധീനം ചെലുത്തി എന്തോ പിന്നെ തിരുത്താൻ ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അപ്പോഴല്ല, അതായത് പിന്നെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഈ ഇബ്നു തൈമിയ റഹിമഹുല്ലാ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ശിഷ്യന്മാരെയും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാർക്കും ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട്. അന്നത്തെ പിന്നെ ഭരണകൂടത്തിൽ നിന്ന് ഇമാം ദഹബി തന്നെ പറയുകയാണ്, ഞാൻ ഇബ്നു തൈമിയയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് പിന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരാലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പ്രതികൂലിക്കുന്നവരാലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അനുകൂലിക്കുന്നവരും പിന്നെ ദാബിയെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദാബിക്കെതിരെ. അതുപോലെ തന്നെ പ്രതികൂലിക്കുന്നവരും പിന്നെ ദാബിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇക്കാലത്തെല്ലാം ഇബ്നു കസീർ റഹ്മഹുള്ളക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ കാര്യം ഇബ്നു കസീർ റഹ്മഹുള്ള തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അതൊക്കെയാണ്. പക്ഷേ ഇവിടെ പിന്നെ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് തെളിവില്ല, പിന്നെ അവസാനം പറഞ്ഞതിൽ തെളിവുണ്ടാകും. പിന്നെ ഹിക്കായത്തിൽ മക്കത്ത് ജമാഅത്തും മിൻഹും ഷെയ്ഖ് അബൂ നസ്ർ എന്ന് പറഞ്ഞ് അവിടുന്ന് കിട്ടുന്നതിൽ നിങ്ങൾക്ക് പിന്നെ തെളിവുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അർത്ഥം വെച്ചു. ആരും ഡോട്ടിട്ടില്ലല്ലോ, ആരും ഡോട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ലാസ്റ്റ് ഇങ്ങനെ അങ്ങനെ
അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോറി, നമുക്ക് വിഷയമല്ല, അതൊന്നും വിഷയമാക്കണ്ട. ഏതായാലും ഇൻഷാല്ലാ ഉസ്താദ് ഉസ്താദ് കേട്ടോ അറിയില്ല, നമ്മുടെ അബ്ദുള്ള പോലെയും അർത്ഥം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തെളിവുണ്ട്, ഇതിൽ ഇവര് സീറി അംഗീകരിച്ചിട്ടുണ്ട്, മനസ്സിലായി. ആദ്യ ഭാഗത്ത് ഇല്ലാന്ന് പറഞ്ഞു. ആദ്യ ഭാഗത്ത് ഉള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവര് സീർ പറഞ്ഞത്. അഥവാ ഒരു വിഷയം പറയുമ്പോൾ അതിന് തഫ്സീർ എന്നോടാണ് ആ ചരിത്രം കൊടുത്തത്, ഇങ്ങനെ ചെയ്യണം എന്ന്. ആദ്യം പറഞ്ഞ ഉദ്ധരണിയിൽ നിന്നും ആരെങ്കിലും അന്തംഗമികൾ മനസ്സിലാക്കും ഇത് റസൂലുള്ളാഹിയുടെ കാലത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കുമെന്ന് ഇബ്നു കസീർ മുന്നേ കണ്ടത് കൊണ്ടാണ് ഈ പ്രസിദ്ധമായ ചരിത്രം കൂടി കൊടുത്ത് ആ ആയത്തിനെ പൂർണ്ണമായി തഫ്സീർ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തന്നത്. അതും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ തെളിവില്ല, അവസാന തെളിവുണ്ട്, ഇബ്നു കസീർ പറയേണ്ടതെന്നില്ലേ? അതല്ലേ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഖുർആൻ വിളിച്ച പുസ്തകത്തിൽ പറഞ്ഞത്. അത് ജമാഅത്ത് പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു വിഷയം ഒരു പണ്ഡിതൻ എടുത്തുദ്ധരിക്കുമ്പോൾ അതിന് വിമർശനമോ അതിന് ഖണ്ഡനമോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ടാണെന്നുള്ള ആ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പണ്ഡിത ലോകത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെ പറഞ്ഞും ചെയ്തു, നേതാക്കൾ തന്നെ പുസ്തകം എഴുതി പറഞ്ഞു, ഇബ്നു കസീർ ഏതെങ്കിലും കൊള്ളരുതാത്തത് ഉദ്ധരിക്കുകയാണെങ്കിൽ അത് ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി പറയുന്നത് കൊണ്ട് വായനക്കാർ അബദ്ധത്തിൽ പെടാതെ പോകുന്നു എന്ന് ഖുർആൻ വെളിച്ചം എന്ന പുസ്തകത്തിൽ 44-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. മാത്രമല്ല തഫ്സീർ ഇബ്നു ജരീർ തുബരി, ഇബ്നു അബി ഹാത്തം ഇത് കഴിച്ചാൽ ഏറ്റവും പ്രാമാണിക തഫ്സീറാണ് ഇബ്നു കസീറിന്റെ തഫ്സീർ ഖുർആൻ അദീം എന്ന തഫ്സീർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നും പഠിപ്പിക്കുന്നു. ഇവിടെ ഇബ്നു കസീർ ഈ ആയത്ത് ഉദ്ധരിക്കുന്നത് വിശദീകരിക്കുന്നത് യുർഷിദു എന്നാണ്, അല്ലെങ്കിൽ അർഷദ എന്നല്ല, ഇത് ഖത്താ എന്നല്ല. ഇനി ഇത് ഖത്താ ഉദ്ദേശിച്ചാൽ തന്നെ നിങ്ങൾ സാധാരണ ഇവിടെ ഈ ആയത്ത് നിങ്ങളുടെ ഉസൈമീൻ പോലത്തെ പറഞ്ഞത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് എന്നത് മാലിയെ കുറിക്കുന്നതാണ്, കഴിഞ്ഞ കാലത്ത് കുറിക്കുന്നതാണ്, അതുകൊണ്ട് ഇപ്പോഴുള്ളവർക്ക് ബാധകമല്ല എന്നാണ്. പക്ഷേ അത് അദ്ദേഹം ജനങ്ങളെ പിഴപ്പിക്കാൻ പറഞ്ഞതാണ്. അവരുടെ നേതാക്കളുടെ പുത്തനാശയക്കാരുടെ നേതാവായ ഷൗക്കാനിയുടെ ഇർഷാദുൽ ഫുളൂലെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ വളരെ ധാരാളം സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെ കുറിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് വരുന്ന കാലത്തിന് ഉപയോഗിച്ചത്. അപ്പൊ അതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞാല് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്, നിങ്ങളുടെ ആ ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞുമുള്ള ആ പറച്ചിൽ സംസാരത്തിൽ നമുക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്, ശ്രോതാക്കൾക്കൊക്കെ. നിങ്ങൾ ഈ പറഞ്ഞതില് സുന്നികൾ നടത്തുന്ന ശഫാഅത്ത് ശുപാർശ തേട്ടത്തിനും എല്ലാം തെളിവുണ്ട്, രേഖയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്, എല്ലാ ശ്രോതാക്കൾക്കും ബോധ്യമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങൾക്കില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആദർശത്തിന് ഒരു താങ്ങ് കൊടുക്കുക എന്നതിലുപരി ഒന്നുമില്ല. ഏതായാലും നിങ്ങൾ അർത്ഥം വെച്ചു, കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളൂ. ഇത്രത്തോളം നേതാരോ ടെക്സ്റ്റ് അടിച്ചതുപോലെ ഇത്രയും ദീർഘമായ ഒരു ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചത്, അർത്ഥം വെച്ചത് അടുത്ത കാലത്തൊന്നും നിൽപ്പുണ്ടായിട്ടുണ്ടാവില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ബാവാമിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ നിങ്ങൾ എന്താക്കി, നമുക്ക് തെളിവുണ്ട് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു, ഈ ആയത്ത് ഇതിന് തെളിവാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഇത് വിമർശിക്കാൻ ഇത് ശരിയല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് രേഖയുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുവരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് പയ്യോൾ സ്ഥാനോട് മൈക്കളി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. സോറി, ഇൻഷാല്ലാ പയ്യോളി സാറിനെ മൈക്ക് എടുത്തോളൂ. ഞാൻ അതിലെടുക്കൊന്ന് മൈക്ക് എടുത്തത് അബ്ദുള്ളാക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരാഗ്രഹം, അതുകൊണ്ട് ക്ഷമിക്കണം. ഇൻഷാല്ലാ ഉസ്താമാരൊക്കെ വാക്കൊക്കെ മൈക്ക് എടുത്തോളൂ. അതോടൊപ്പം ഇത് പിന്നെ അബ്ദുള്ള വടക്കാങ്കരേനോട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇതുപോലത്തെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു നല്ലൊരു നീതിപൂർവമായ ഒരു സമീപനമാണ് ഇപ്പോൾ അബ്ദുള്ള വടക്കാങ്കര ഉണ്ടാക്കിയത്. ആ തഫ്സീർ വായിച്ചത് മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് തെളിവുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇനി അബ്ദുള്ള വടക്കാങ്കരയുടെ ആശയം എന്താണെന്ന് വെച്ചാൽ അബ്ദുള്ള വടക്കാങ്കർക്ക് പറയാം, പ്രതിപാദിക്കാം, ഉസ്താദമാറും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഇതുപോലെ എല്ലാ ചർച്ചകളിലും ഒരു നീതി ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു ചർച്ച നടത്താൻ അബ്ദുള്ള വടക്കാങ്കർക്ക് കഴിയും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ തഫ്സീർ കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള പല വിഷയങ്ങളുമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോലും ഒരു കുട്ടി പോലും ഡോട്ടിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഉസ്താദന്മാർ ഞങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നത് കേട്ടതാണ്. അതുകൊണ്ട് ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. ആ ഒരു സന്തോഷം ഒന്ന് പറയാൻ വേണ്ടി മാത്രം മൈക്ക് എടുത്തതാണ്. ഉസ്താദന്മാർക്ക് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, നിങ്ങളെ അനുകൂലിച്ചും നിങ്ങൾക്ക് വേണ്ടിയും പറയല്ലേ. നിങ്ങളെ തെളിവ് വായിച്ച അർത്ഥം വെക്കില്ല. അപ്പൊ നിങ്ങൾ ഡോട്ട്
പക്ഷെ ഇർത്തക്കബത്തു ഞാൻ വെച്ച അർത്ഥം വെച്ചപ്പോ നിങ്ങളെ പിന്നെ ഡൗട്ട് ഇട്ടു. ഇർത്തക്കബത്തു അലൽ ഖത, തെറ്റിന്മേൽ ഞാൻ കയറിക്കുന്നതിന് തെറ്റിൽ എഴുതിയിരിക്കുന്നു. ഇർത്തക്കബത്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദദ്, ഇത് റസൂലിന്റെ ഖബറിനെ ചെല്ലണമില്ല. നിങ്ങൾ ഇനി അങ്ങനെ ചെന്ന് പറഞ്ഞാലോ അത് ശിർക്കാവാതിരിക്കുകയുണ്ടോ? അതില്ല. അത് ശരിക്കും തന്നെ ഇത് മുസ്തഗ്ഫിറലി ദംബി എന്നാ പറഞ്ഞു. ഒക്കെ ജീത്തുക, താങ്കളുടെ അടുത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഇനി അതിന് മുമ്പ് ഈ ജമാഅത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് എന്തെന്ന് നോക്കുക. യുർഷിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്നു. അൽ ഉസാത വൽ ലിബീന, തെറ്റ് ചെയ്തവരോട് നിർദ്ദേശിക്കുന്നു.